السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، الصلاة والسلام على سيدنا محمد أشرف المرسلين وعلى آله وأصحابه أجمعين، أما بعد. بسم الله العظيم القدرة والشان وشديد البطش والبرهان وحافظ الدين والقرآن. بسم الله ما شاء الله كان وما لم يشأ لم يكن، لا حول ولا قوة إلا بالله العلي المنان. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله، عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. الصلاة والسلام عليك يا سيدي يا رسول الله. الصلاة والسلام عليك يا سيدي يا حبيب الله. الصلاة والسلام عليك يا سيدي يا خير خلق الله. خذ بيدي قلت حيلتي، أدركني مرادي يا رسول الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قل هل يستوي الذين يعلمون والذين لا يعلمون؟ صدق الله مولانا العظيم. وقد قال نبينا وحبيبنا محمد صلى الله عليه وسلم: من سلك طريقا يلتمس فيه علما سهل الله له طريقا إلى الجنة، أو كما قال رسول الله. يا سيدي يا رسول الله، خذ بيدي ما لي سواك ولا ألوي على أحد. يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى. يا واسع الكرم نحن ندعو ربنا الكريم في التوسل واستغاثة بقرة عيننا مدبور ولي. لا إله إلا الله، لا إله إلا الله، لا إله إلا الله محمد رسول. قد رجونا النصر والفتوح في أمورنا، سيما في أمرنا بجاهكم مدبور ولي. لا إله إلا الله، إلا الله، لا إله إلا الله محمد رسول الله. ഏറ്റവും ബഹുമാനാദരവുകൾ നിറഞ്ഞ
ഈ യോഗാധ്യക്ഷൻ, ബഹുമാനപ്പെട്ട ഈ സ്ഥാപനത്തിൻ്റെ മാനേജർ സിദ്ദീഖ് അഷ്കരി ഉസ്താദ് അവറുകളെ, മറ്റ് ഉസ്താദുമാരെ, പണ്ഡിതന്മാരെ, സഹോദരന്മാരെ, സഹോദരികളെ, കരളിൻ്റെ കഷ്ണങ്ങളായ മുതഅല്ലിമുകളെ, നമ്മുടെ ദശദിന പ്രഭാഷണ പരമ്പരയുടെ 2ാം ദിനത്തിലാണ് നമ്മളുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ഇൽമ് പഠിക്കാനും പഠിച്ചതനുസരിച്ച് അമൽ ചെയ്യാനും നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ആഖിറത്തിൽ കണ്ണിന് കുളിർമയുള്ള അമലുകളിൽ അല്ലാഹു നമ്മളെ ഈ അമലിനെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വീഴ്ചകളും കുറവുകളും ഒക്കെ അല്ലാഹു നമുക്ക് പുറത്തു മാഫാക്കി തരുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മരിച്ചുപോയ നമ്മുടെ കാരണവന്മാർ, ബന്ധപ്പെട്ട ആളുകൾ, ഈ സ്ഥാപനത്തെ സഹായിച്ച മുഅ്മിനീങ്ങൾ, അവർക്കൊക്കെ അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സ്വർഗീയ ആരാമത്തിൽ ഹബീബായ മുത്തുനബിയുടെ ജിവാറിൽ നമ്മെയും അല്ലാഹു അവരെയും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരന്മാരെ, മുഅ്മിനീങ്ങളെ, വിജ്ഞാനം വിജയത്തിന് എന്ന വിഷയമാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത്. ആ വിഷയത്തിൻ്റെ പ്രമേയം വിശദീകരിക്കേണ്ട ആവശ്യം നമുക്ക് ഉണ്ടെന്ന് തോന്നുന്നില്ല. മഹാനായ ആദം നബി അലൈഹിസ്സലാമിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിക്കാൻ വേണ്ടി മലക്കുകളോട് കൂടിയാലോചിച്ച സമയത്ത് മലക്കുകളുമായി ആ സംഭാഷണത്തിൽ അള്ളാഹുവിനോട് മലക്കുകൾ മനുഷ്യരെ സൃഷ്ടിക്കുന്നതിന് അനുകൂലമായിട്ടല്ല നിന്നത് എന്ന് ഖുർആൻ വ്യക്തമാക്കുന്നു. പ്രതികൂലമായി നിൽക്കാൻ അവർ കാരണങ്ങൾ പറയുകയും ചെയ്തിട്ടുണ്ട്. ആ സമയത്ത് മലക്കുകളെ മനുഷ്യരുടെ ഉപകാരം ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി അള്ളാഹു തെരഞ്ഞെടുത്ത മാർഗം വിജ്ഞാനമായിരുന്നു എന്ന് ഖുർആൻ നമ്മെ സാക്ഷ്യപ്പെടുത്തുന്നു. വിജ്ഞാനം കൊടുത്തുകൊണ്ടാണ്, അറിവ് നൽകിക്കൊണ്ടാണ് ആദം നബി അലൈഹിസ്സലാമിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകളുടെ വാദഗതികളെ വായടപ്പിച്ചുകൊണ്ട് അവിടെ സംരക്ഷിക്കുകയുണ്ടായി. അങ്ങനെ ലോക ചരിത്രം മുഴുവൻ പരിശോധിച്ചാൽ വിജ്ഞാനത്തിന്, അറിവിന് വലിയ സ്ഥാനമുണ്ട്. ഏതൊരു അറിവും അള്ളാഹുവിൻ്റെ അറിവ് തന്നെയാണ് എന്നതിൽ തർക്കമില്ല എന്നത് സൂചിപ്പിക്കാനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വഅല്ലമ ആദമൽ അസ്മാഅ കുല്ലഹ സുമ്മ അറളഹും അലൽ മലായിക എന്ന് പറയാനുള്ള കാരണം. ആദം നബി അലൈഹിസ്സലാമിന് അല്ലാഹു ഖുർആൻ പഠിപ്പിച്ചു കൊടുത്തു, അല്ലെങ്കിൽ ഹദീസ് പഠിപ്പിച്ചു കൊടുത്തു, അല്ലെങ്കിൽ ആത്മീയ ലോകത്തെ വിജ്ഞാനങ്ങൾ പഠിപ്പിച്ചു കൊടുത്തു എന്നല്ല അല്ലാഹു പറഞ്ഞത്. പിന്നെന്താ? അസ്മാഉകൾ പഠിപ്പിച്ചു കൊടുത്തു. ഈ ലോകത്തുള്ള എല്ലാ വസ്തുക്കളുടെയും പേരുകൾ അല്ലാഹു പഠിപ്പിച്ചു കൊടുത്തു. എന്നിട്ട് ആ അറിവ് വച്ചാണ് മലക്കുകളുമായിട്ട് ആദം നബി അലൈഹിസ്സലാം സംഭാഷണം നടത്തി വിജയിച്ചു വന്നത്. അപ്പോൾ ഏതൊരു ഇൽമും ഏതൊരു അറിവുകളും അള്ളാഹുവിൻ്റെ അറിവ് തന്നെയാണ്. ആ അറിവ് അള്ളാഹു പൊരുത്തപ്പെടുന്നതുമാണ്. അതുകൊണ്ടാണ് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, മൻ സലക തരീഖൻ യൽതമിസു ഫീഹി ഇൽമൻ സഹലല്ലാഹു ലഹു തരീഖൻ ഇലൽ ജന്ന. ഒരാള് ഒരു വഴിയിൽ കടന്നു. എന്തിനാണ് അയാൾ അങ്ങോട്ട് ആ വഴിയിലൂടെ സഞ്ചരിക്കുന്നത്? യൽതമിസു ഫീഹി ഇൽമൻ, അയാൾ ഇൽമിനെ തേടിക്കൊണ്ടാണ് സഞ്ചരിക്കുന്നത്.
അങ്ങനെ സഞ്ചരിച്ചു കഴിഞ്ഞാൽ സഹ്ഹലല്ലാഹു ലഹു ത്വരീഖൻ ഇലൽ ജന്ന, അല്ലാഹു അവന് സ്വർഗ്ഗത്തിലേക്ക് ഒരു വഴി എളുപ്പമാക്കി കൊടുക്കുന്നതാണ്. ഇവിടെ നമുക്കറിയാം ത്വരീഖൻ ഇൽമൻ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നെക്റയാക്കി കൊണ്ടുവന്നതിൻ്റെ ഉദ്ദേശങ്ങൾ മുഹദ്ദിസുകൾ വിശദീകരിക്കുന്നു. അവിടെ ഇൽമൻ എന്ന് പറഞ്ഞാൽ പല അഭിപ്രായങ്ങൾ വിശദീകരിക്കുന്നു, ചർച്ച ചെയ്യുന്നു. കൂട്ടത്തിൽ പറയുന്നുണ്ട്, ഏതൊരു ഇൽമും, അത് ഭൗതികമായ ഇൽമാകട്ടെ ആത്മീയ ഇൽമാകട്ടെ, ഏതൊരു ഇൽമും ആ ഇൽമു തേടാനായിട്ടാണ് അവൻ പുറപ്പെട്ടതെങ്കിൽ കണ്ടോ, അപ്പോൾ ആ ഇൽമു ഏതൊരു അറിവും, അത് നമ്മൾ എഞ്ചിനീയറിംഗ് പഠിച്ചാലും വേണ്ടില്ല, ഡോക്ടർ ആകുന്ന MBBS പഠിച്ചാലും വേണ്ടില്ല, അല്ലെങ്കിൽ മറ്റ് ആത്മീയ ഇൽമുകൾ ഏതായാലും വേണ്ടില്ല, ഏത് ഇൽമു പഠിച്ചാലും സ്വർഗത്തിലേക്ക് വഴി കാണിക്കും. അപ്പൊ പിന്നെ എല്ലാവരും സ്വർഗത്തിൽ പോകുന്നില്ലല്ലോ എന്നുള്ള സംശയം നമുക്കുണ്ടാകും. അത് ഇൽമു പഠിച്ചാൽ പഠിച്ചത് പോലെ ജീവിക്കണം, അതങ്ങനെ ജീവിക്കാതെ വരുമ്പോഴാണ് വഴിതെറ്റിപ്പോകുന്നത്. ആ വഴിതെറ്റൽ ആണ് യഥാർത്ഥത്തിൽ നമ്മെ എല്ലാവരെയും ബാധിക്കുന്നത്. അത് ആത്മീയ ഇൽമിന്റെ പേരിൽ പഠിച്ചാലും വഴിതെറ്റും. ഒരാൾ മുത്തഅല്ലിമായി ദർസിൽ പഠിക്കുകയാണ്. അയാൾ പഠിക്കുമ്പോൾ അയാളുടെ ലക്ഷ്യം എന്താണ്? ഭൗതികമായ എന്തെങ്കിലും ലക്ഷ്യങ്ങൾ വെച്ചുകൊണ്ടാണ് അയാൾ പഠിക്കുന്നതെങ്കിൽ അയാളുടെ പഠനത്തിനും ബർക്കത്തുണ്ടാവില്ല, ജീവിതത്തിനും ബർക്കത്തുണ്ടാവില്ല, ആഖിറത്തിലും അയാൾ രക്ഷപ്പെടില്ല. അപ്പോൾ നമ്മൾ ഏത് ഇൽമു പഠിച്ചാലും, ഏത് അറിവ് നേടിയാലും ആ അറിവിനെ ഇൽമാക്കി മാറ്റണം. അറിവ്, എല്ലാ അറിവുകളും ഇൽമായി കൊള്ളണമെന്നില്ല, എല്ലാ ഇൽമും അറിവാണ് എന്നതിൽ തർക്കമില്ലല്ലോ. എന്നാൽ എല്ലാ അറിവും ഇൽമായി കൊള്ളണമെന്നില്ല. കാരണം ഇൽമു എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹുവിനോട് തൻ്റെ ഉസ്താദ് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. വക്കീഅ് റളിയല്ലാഹു അൻഹു, മഹാനായ വക്കീഉൽ മുക്രി റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ ഇൽമു പഠിക്കുന്നതിനെ കുറിച്ച് മനപ്പാടമാക്കലും ഹിഫ്ളാക്കലും തനിക്ക് കുറവാണ് എന്ന പരാതിയുമായിട്ടിരുന്ന ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹുവിനോട് മഹാനായ വക്കീഉൽ മുക്രി റളിയല്ലാഹു അൻഹു പറഞ്ഞ മറുപടി എന്താണ്? ഖാലൽ ഇൽമു നൂറുല്ലാഹി ഹഖ്ഖാ, നൂറുല്ലാഹി ലാ യുഅതാ ലിആസി, ശകൗതു ഇലാ വഖീഇൻ സൂഅ ഹിഫ്ളി വഔസാനി അൻ തർക്കിൽ മആസി. മഹാനായ വക്കീഅ് റളിയല്ലാഹു അൻഹുവിന്റെ അരികിൽ പോയി ഞാനൊരു പരാതി പറഞ്ഞു. ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു പറയുകയാണ്, എന്താണ് പരാതി? ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഓ എനിക്ക് ഉസ്താദേ, എനിക്ക് ഹിഫ്ദ് വളരെ മോശമാണ്, മനപ്പാടമാക്കൽ വളരെ മോശമാണ്. അതുകൊണ്ട് എനിക്ക് ഹിഫ്ളാക്കാനുള്ളൊരു മാർഗം അങ്ങ് പറഞ്ഞു തരണം. ആ സമയത്ത് ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹുവിനോട് ബഹുമാനപ്പെട്ട വക്കീഉൽ മുക്രി റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുക്കുകയാണ്, അൻ തർക്കിൽ മആസി, നീ പാപങ്ങൾ ചെയ്യുന്നത് ഒഴിവാക്കണം. ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു പാപം ചെയ്യുന്നത് ഒഴിവാക്കണം എന്ന് വസിയത്ത് ചെയ്തത്, സഹോദരന്മാരെ, ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു പാപം ചെയ്തിട്ടാണോ? 7-ാമത്തെ വയസ്സിൽ വിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കുകയും 14-ാമത്തെ വയസ്സിൽ
പരിശുദ്ധമായ ദീനിന്റെ ഏതു മസ്അലകൾ ചോദിച്ചാലും ഉത്തരം പറയുന്നതിന് കെൽപ്പ് നേടിയ നേതാവാണ് മഹാനായ ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു. താൻ പഠിച്ച ഇൽമുകളെ കുറിച്ച് ബഹുമാനപ്പെട്ടവര് തന്നെ പറയുന്നത് കാണാം. ഇൽമു പഠിക്കാനായി ഉസ്താദിന്റെ അടുക്കൽ പോയി ചോദിക്കുമ്പോൾ മഹാനായ ഇമാമു ദാരിൽ ഹിജ്റ ഇമാം മാലിക് ബിൻ അനസ് റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ട ഇമാം മാലിക് തങ്ങള് ഈ കൊച്ചുകുട്ടിയെ 9 വയസ്സ് കഴിഞ്ഞ ഈ കുട്ടിയെ കാണുമ്പോൾ അതാ ചോദിച്ചു, നീ എന്തിനാണ് വന്നത്? ഞാൻ കിതാബ് ഓതാൻ വന്നതാണ്. ഈ കൊച്ചുകുട്ടി വലിയ വലിയ മല പോലെയുള്ള പണ്ഡിതന്മാരാണ് തൻ്റെ മുന്നിൽ വന്നിരിക്കുന്നത്. അവിടെ ഈ ചെറിയ കുട്ടിക്ക് ഇൽമു പഠിക്കാൻ മാത്രമുള്ള, അവന് മനസ്സിലാകുന്ന രൂപത്തിൽ പറയാൻ മാത്രമുള്ള വേദി ഇല്ലല്ലോ എന്ന് മനസ്സിലാക്കി മഹാനായ ഇമാം മാലിക് തങ്ങള് ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹുവിനെ അകത്തേക്കുള്ള പ്രവേശനം അതാ അവിടെ വെച്ച് മുടക്കുകയാണ്. ആ സമയത്തിൽ ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു വൈകുന്നേരം വരെ ഇമാം മാലിക് തങ്ങളുടെ ദറസിന്റെ വാതിക്കൽ നിന്ന് ദറസ് വീക്ഷിക്കുകയാണ്. പറഞ്ഞു കൊടുത്ത ഹദീസുകൾ മുഴുവനും അതേ ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു മനഃപ്പാഠമാക്കുകയാണ്. അങ്ങനെ മനഃപ്പാഠമാക്കി കഴിഞ്ഞപ്പോൾ ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു വൈകുന്നേരം വരെ വാതിക്കൽ നിന്നുകൊണ്ട് പഠിച്ച ഇൽമു മുഴുവൻ അതാ ഇമാം മാലിക് തങ്ങളുടെ മുന്നിൽ പോയി പറഞ്ഞു കൊടുക്കുകയാണ്. ഒരു ഹദീസിന് വള്ളിക്ക് പുള്ളിക്ക് വ്യത്യാസമില്ലാതെ അതിന്റെ സനദുകളടക്കം പറഞ്ഞു കൊടുത്തപ്പോഴാണ് ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു എന്ന ആ കൊച്ചു ബാലന്റെ മഹത്വം എത്രയാണെന്ന് ഇമാം മാലിക് തങ്ങൾ മനസ്സിലാക്കുന്നത്. അങ്ങനെ പഠിച്ച ഇമാം മാലിക് തങ്ങളുടെ അരികിൽ പഠിച്ച ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു തന്റെ കയ്യിൽ കിട്ടുന്ന ഇൽമു മുഴുവൻ എഴുതിയെടുക്കുകയാണ്. എഴുതാൻ ഇന്നത്തെ മാതിരി പേപ്പറുകളില്ലല്ലോ. ആവശ്യത്തിനും അനാവശ്യത്തിനും പേപ്പർ ഉപയോഗിക്കുന്ന നമ്മൾ ചിന്തിക്കണം. അന്ന് അങ്ങനെ പേപ്പറുകളില്ല, ബുക്കുകളില്ല. പിന്നെ എവിടെയാണ് എഴുതുന്നത്? ആളുകൾ ഭക്ഷിച്ചിട്ട് ഒഴിവാക്കിയിട്ടിരിക്കുന്ന എല്ലുകളിലും അതുപോലെ പഴയ തോലുകളിലും അങ്ങനെയുള്ള വസ്തുക്കളിലാണ് എഴുതി കൂട്ടുന്നത്. അങ്ങനെ എഴുതിയ എല്ലിൻ കഷ്ണങ്ങൾ, ഹദീസുകൾ എഴുതിയ എല്ലിൻ കഷ്ണങ്ങൾ തൻ്റെ വീടിൻ്റെ റൂമുകൾ നിറഞ്ഞപ്പോൾ, അലമാരി നിറഞ്ഞപ്പോൾ, മേശ നിറഞ്ഞപ്പോൾ, തൻ്റെ വീടിൻ്റെ മുറ്റം നിറഞ്ഞപ്പോൾ ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു ചിന്തിക്കുകയാണ്, ഞാനിങ്ങനെ എഴുതിയാൽ ഇനിയും ഇത് സൂക്ഷിക്കാൻ സ്ഥലം തികയുകയില്ലല്ലോ. അതുകൊണ്ട് മഹാനവറുകൾ അവിടെ വെച്ചൊരു തീരുമാനമെടുക്കുകയാണ്. ആ തീരുമാനം പ്രഖ്യാപിക്കുന്നു. എന്താണായിരുന്നു തീരുമാനം? ഇൽമീ മാഇ ഹൈസു മാ യമ്മംതു യൻഫഉനി ഖൽബി ബിആഉൽ ലഹു ലാ ബത്നു സുന്ദൂഖി ഇൻ കുന്തു ഫിൽ ബൈതി കാനൽ ഇൽമു ഫിൽ ബൈതി ഇൻ കുന്തു ഫിസ്സൂഖി കാനൽ ഇൽമു ഫിസ്സൂഖി. ബഹുമാനപ്പെട്ടവർ പറയുകയാണ്, ഇൽമീ മഈ, എൻ്റെ അറിവ് എപ്പോഴും എൻ്റെ കൂടെയുണ്ട്. എനിക്കൊരു പേപ്പറിൽ എഴുതി വെക്കേണ്ട ആവശ്യമില്ല. യമ്മംതു യൻഫഉനി, ഞാൻ എപ്പോൾ വിചാരിച്ചാലും അതെനിക്ക് ഉപകാരപ്പെടണമെന്ന് ഞാൻ എപ്പോൾ വിചാരിച്ചാലും അത് എനിക്ക് ഉപകാരപ്പെടുന്നതാണ്. കാരണം എന്താണ്? ഖൽബി വിആഉൻ ലഹു ലാ ബത്നു സുന്ദൂഖി,
അതിന്റെ അത് സൂക്ഷിക്കാനുള്ള സ്ഥലം എൻ്റെ ഹൃദയമാണ്. അല്ലാതെ എൻ്റെ പെട്ടിയുടെ അകത്തോ എൻ്റെ റൂമിന്റെ അകത്തോ എൻ്റെ മേശയുടെ അകത്തോ എൻ്റെ ആൽമാരിയിലോ അല്ല അതിൻ്റെ സ്ഥാനം, മറിച്ച് എൻ്റെ ഹൃദയമാണ് അതിൻ്റെ സ്ഥാനം. ബഹുമാനപ്പെട്ടവര് പറയുകയാണ്, അങ്ങനെയുള്ള ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു ആണ് സഹോദരന്മാരെ പരാതിപ്പെടുന്നത്, എനിക്ക് മറവിയുണ്ട്, അഥവാ എനിക്ക് ഹിഫ്ളാക്കാനുള്ള കഴിവ് കുറവുണ്ട്. അവിടുന്ന് ദുആ ചെയ്യണം, എന്തെങ്കിലും പോംവഴി പറഞ്ഞു തരണം. അപ്പോൾ ആ ഇമാമുന ശാഫിഈയോടാണ് റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നു, മോനെ നീ എന്ത് ചെയ്യണം? പാപകരമായ കാര്യങ്ങൾ ഒഴിവാക്കണം മോനെ. അങ്ങനെ പാപകരമായ കാര്യങ്ങൾ ഒഴിവാക്കണമെന്ന് പറയാനുള്ള കാര്യം എന്താണ്? കാരണമെന്ത്? അതിന് കാരണം ഇന്നൽ ഇൽമ നൂറുൻ, ഇൽമ് അത് നൂറാണ്. നൂറ് ഒരിക്കലും ലാ യുഅ്താലി ആസി, പാപികളായ ആളുകൾക്ക് അല്ലാഹുവിന്റെ നൂറ് കൊടുക്കുകയില്ല. അതുകൊണ്ട് പാപം ചെയ്യൽ ഒഴിവാക്കണം. ഒന്നാമത്തെ ഷർത്താണ്. ഇൽമു പഠിക്കുന്ന നമ്മൾ എല്ലാവരും ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് പാപങ്ങൾ ഒഴിവാക്കണം. പ്രിയമുള്ള സഹോദരന്മാരെ, ആ ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു ഇൽമു കൊടുത്ത് അല്ലാഹു ആദരിച്ചു. പക്ഷേ ഇൽമു ആകണമെങ്കിൽ പാപം ചെയ്യാത്തവർക്ക് ഇൽമു കിട്ടുകയും. അപ്പോൾ പിന്നെ നമുക്ക് കിട്ടുന്നതൊക്കെ എന്താണ്? അത് അറിവാണ്. ആ അറിവ് ഇൽമായി മാറണമെങ്കിൽ, അള്ളാഹുവിൻ്റെ നൂറായി മാറണമെങ്കിൽ അത് പാപരഹിതരായി നമ്മൾ ജീവിക്കണം. അള്ളാഹു നമ്മെ നമ്മുടെ പാപങ്ങളൊക്കെ പുറത്തു തരുമാറാകട്ടെ. പാപരഹിതമായ ജീവിതം അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. പ്രിയമുള്ള സഹോദരന്മാരെ, അപ്പോൾ ഇൽമിന് വലിയ മഹത്വമുണ്ട്. അത് അള്ളാഹുവിൻ്റെ നൂറാണ്. മഹാന്മാരായ അമ്പിയാക്കന്മാരെ മുഴുവൻ നിങ്ങൾ പരിശോധിച്ചു നോക്ക്. വിജയിക്കാൻ ഏറ്റവും അർഹരായ ആളുകളാണല്ലോ അമ്പിയാക്കന്മാർ. ഓരോ സമുദായത്തിലേക്കും അയക്കപ്പെട്ട അമ്പിയാക്കന്മാർ ആ കാലഘട്ടത്തിലെ ഏറ്റവും വിവരമുള്ള ആളുകളായിരുന്നു എന്നതിൽ തർക്കമില്ലല്ലോ. മഹാനായ ബഹുമാനപ്പെട്ട സുലൈമാൻ നബി അലൈഹിസ്സലാം, സുലൈമാൻ നബി അലൈഹിസ്സലാമിനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ഇഖ്തിയാർ നൽകുകയുണ്ടായി. ഓ സുലൈമാൻ നബിയെ, നിങ്ങൾക്ക് രാജാധികാരമാണോ വേണ്ടത്, അതല്ല നിങ്ങൾക്ക് അറിവാണോ വേണ്ടത്, ഇൽമാണോ വേണ്ടത്? മഹാനായ ഇമാം ബഹുമാനപ്പെട്ട സുലൈമാൻ നബി അലൈഹിസ്സലാം അപ്പോൾ പ്രഖ്യാപിക്കുകയാണ്, എനിക്ക് രാജാധികാരം വേണ്ട, എനിക്ക് ഇൽമാണ് ആവശ്യം, ഇൽമാണ് എനിക്ക് ആവശ്യമെന്ന് ബഹുമാനപ്പെട്ട സുലൈമാൻ ഇബ്നു ദാവൂദ് അലൈഹി വസ്സലാത്തു വസ്സലാം പറഞ്ഞുവെങ്കിൽ, സഹോദരന്മാരെ, എല്ലാ അമ്പിയാക്കന്മാരും തെരഞ്ഞെടുത്തത് ഇൽമിനെയാണ്. സമ്പത്തിനെ അവര് തെരഞ്ഞെടുത്തിട്ടില്ല, രാഷ്ട്രീയ നേതൃത്വത്തെ അവര് തെരഞ്ഞെടുത്തിട്ടില്ല, അതുപോലെ തന്നെ മറ്റ് അധികാരങ്ങളെ അവര് തെരഞ്ഞെടുത്തിട്ടില്ല. അവരെല്ലാം തെരഞ്ഞെടുത്തത് ഇൽമിനെയാണ്. കാരണം ഇൽമു ലഭിച്ചാൽ സുലൈമാൻ നബി അലൈഹിസ്സലാമിന് ഫഖ്താറൽ ഇൽമാ, ഇൽമിനെ തെരഞ്ഞെടുത്തപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇൽമും കൊടുത്തു, അധികാരവും കൊടുത്തു, സമ്പത്തും കൊടുത്തു. അതുപോലെ ഒരു സമ്പന്നൻ ലോകത്ത് കഴിഞ്ഞു പോയിട്ടുണ്ടോ? ഈമാനുള്ള മുഅ്മിനീങ്ങളെ, സഹോദരന്മാരെ, അതുകൊണ്ട് ഇൽമു ലഭിച്ചാൽ നമുക്കിതെല്ലാം ലഭിക്കുന്നതാണ്. ഇൽമു ഇല്ലെങ്കിൽ
നിങ്ങൾക്കറിയുമോ എല്ലാം നഷ്ടത്തിലായി പോകുന്നതാണ്. നിങ്ങൾ ചിന്തിച്ചു നോക്ക്, ഒരു സമ്പന്നനെ സംബന്ധിച്ചിടത്തോളം ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച ഒരു ഹദീസ് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. എന്തായിരുന്നു ആ ഹദീസ്? അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഇദാ മാത്തൽ ഇൻസാനു ഇൻഖതഅമലുഹു, ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ അവന്റെ എല്ലാ അമലുകളും മുറിഞ്ഞു പോകുന്നതാണ്. പിന്നെ അവന്റെ ഒരു ബന്ധങ്ങളും ഇവിടെ നിലനിൽക്കുന്നതല്ല. ഇല്ലാ മിൻ സലാസ്, മൂന്ന് കാര്യങ്ങൾ ഒഴിച്ച്, മൂന്ന് കാര്യമൊഴിച്ചു ബാക്കി എല്ലാ അമലുകളും അവന് ഇവിടെ വെച്ച് തന്നെ മുറിഞ്ഞു പോകുന്നതാണ്. മൂന്ന് അമലുകൾ മുറിയുകയില്ല. അത് ഏതാണ് മൂന്ന് അമലുകൾ? ഒന്ന് സ്വദഖത്തുൻ ജാരിയ, ഇൽമുൻ യന്തഫിഉ ബിഹി, ഔലാദുൻ സ്വാലിഹുൻ യദ്ഉ ലഹു. നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുക, മൂന്ന് കാര്യമല്ലാത്ത ബാക്കി എല്ലാം മുറിഞ്ഞു പോകും. വിജ്ഞാനം വിജയത്തിനാണ് എന്ന് ഈ ഒറ്റ ഹദീസ് മാത്രം ഓതി അങ്ങക്ക് മനസ്സിലാവുന്നത് കൊണ്ട് ഞാൻ കൂടുതൽ ഇന്ന് വിശദീകരിക്കുന്നില്ല. മൂന്ന് കാര്യം, അത് അല്ലാത്ത എല്ലാം നമുക്ക് മുറിഞ്ഞു പോകും. ഒരു പ്രയോജനമില്ല. ഇവിടെ ഏക്കറേജ് കണക്കിന് സമ്പത്തുണ്ടായിട്ട് കാര്യമില്ല, ഒരുപാട് ഫ്ലാറ്റുകൾ ഉണ്ടായിട്ട് കാര്യമില്ല, അതുപോലെ ഉന്നത വിദ്യാഭ്യാസം, ഉന്നത ജോലി, ഉന്നത പ്രൊഫഷണലായിട്ട് കാര്യമില്ല, എന്തുണ്ടായിട്ട് കാര്യമില്ല, അതൊക്കെ മുറിഞ്ഞു പോകും. മൂന്ന് കാര്യം മാത്രം. ആ മൂന്ന് കാര്യത്തിൽ നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഒരു വലിയ സമ്പന്നനായ മനുഷ്യൻ, ആ മനുഷ്യന് മൂന്ന് കാര്യത്തിൽ നിന്ന് എത്ര പരിശ്രമിച്ചാലും എന്തേ ലഭിക്കൂ? രണ്ട് കാര്യമാണ് അങ്ങേയറ്റം പോയാൽ കിട്ടുക. അതെന്തൊക്കെയാ? ഒരു ഇൽമു പഠിക്കാത്ത ഒരു സമ്പന്നന് അപ്പൊ ഈ മൂന്ന് കാര്യത്തിൽ നിന്ന് ഇൽമു പഠിക്കാത്ത ഒരു സമ്പന്നൻ, അയാൾക്ക് എത്ര സമ്പത്തുണ്ടായാലും രണ്ട് കാര്യം അയാൾക്ക് കിട്ടും, അങ്ങേയറ്റം പോയ. അതെന്തൊക്കെ രണ്ട് കാര്യം? ഒന്ന് സ്വദഖത്തുൻ ജാരിയ, രണ്ട് വലദുൻ സ്വാലിഹുൻ യദ്ഉ ലഹു. ഏറ്റവും കൂടി അയാൾക്ക് കിട്ടാവുന്ന സാധ്യത അതും. എന്നാൽ ഒരു ആലിമിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഇത് മൂന്നും അയാൾക്ക് കിട്ടും. അങ്ങനെ മൂന്നും കിട്ടുന്നത് ഒരു പാവപ്പെട്ട ആലിമാണ്, അയാൾക്ക് യാതൊരു സമ്പത്തും ഇല്ല, വളരെ സാധുവാണ്. അങ്ങനെയുള്ള ഒരു ആലിമിന് ഇത് മൂന്നും കിട്ടുമോ? കിട്ടും. അതെങ്ങനെ കിട്ടുക? അതല്ലേ പഠിച്ചു വയ്ക്കേണ്ടത്. ഒന്നാമത് പറഞ്ഞത് എന്താണ്? സ്വദഖത്തുൻ ജാരിയ, ജാരിയായ സ്വദഖ. ജാരിയായ സ്വദഖ എന്ന് പറഞ്ഞാൽ എന്താണ് സഹോദരന്മാര്? എന്നും നിലനിൽക്കുന്ന സ്വദഖയാണ്, അല്ലേ? ഇപ്പൊ ഞാൻ ഒരാളെ ഉദാഹരണത്തിന് വേണ്ടി പറയാം. മഹാനായ ശൈഖുന ഉസ്താദുൽ അസാത്തിദ് ഓക്കെ ഉസ്താദ്, അള്ളാഹു അവിടുത്തെ ദറജ ഉയർത്തി കൊടുക്കട്ടെ. അവിടുത്തെ ഇൽമിൻ്റെ ബർക്കത്ത് കൊണ്ട് നമ്മുടെ ഇൽമ് അള്ളാഹുവിനെ അറിയുന്ന, ഖൽബ് പ്രകാശിക്കുന്ന ഇൽമ് നൽകി അള്ളാഹു നമ്മളെ സഹായിക്കട്ടെ. പ്രിയമുള്ള സഹോദരന്മാരെ, ഓക്കെ ഉസ്താദ് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി. ഓക്കെ ഉസ്താദിൻ്റെ ജീവിതകാലത്ത് ഉസ്താദ് എന്ത് ചെയ്തു? ഉസ്താദ് അത്ര വലിയ സമ്പന്നനായ ഒരു കുടുംബത്തിൽ ജനിച്ച് അങ്ങനെ ജീവിച്ച ആളൊന്നുമല്ല. പക്ഷെ ഉസ്താദ് എത്രയോ കാലം വലിയ ധർമ്മിഷ്ഠനായിരുന്നു. സാമ്പത്തിക ധർമ്മമൊക്കെ കൊടുക്കുന്നതിനൊരു പരിധി ഉണ്ടല്ലോ. പക്ഷെ ഏറ്റവും വലിയ ധർമ്മം എന്താണ്? ഉസ്താദ് കൊടുത്ത ഈ ഇൽമു തന്നെയാണ്. അത് ജാരിയായിട്ട് ഇന്നും നിലനിൽക്കുന്നു. ഇവിടെ ഇരിക്കുന്ന ഈ മുതഅല്ലിമീങ്ങളെല്ലാം മഹാനായ ശൈഖുനായുടെ ഇൽമിൻ്റെ ആ കൊടുതിയുടെ എന്താണ് നടത്തമാണ്. അന്ന് കൊടുത്ത ഇൽമിൻ്റെ അതിൻ്റെ ഭാഗമാണ് ഇവിടെ ഇരിക്കുന്ന മുതഅല്ലിമീങ്ങൾ മുഴുവനും. അങ്ങനെ ലോകത്ത്
എത്രയധികം ആയിരക്കണക്കായ പതിനായിരക്കണക്കായ ആലിമീങ്ങൾ, മഹാനായ സുൽത്താനുൽ ഉലമ AP ഉസ്താദ് അടക്കം, റഈസുൽ ഉലമ അടക്കം, അല്ലാഹു അവർക്ക് ആഫിയത്തും ദീർഘായുസ്സും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അങ്ങനെയുള്ള എല്ലാ ആലിമീങ്ങളും പഠിച്ച ഇൽമ് അത് മഹാനായ ശൈഖുന ഓക്കെ ഉസ്താദിന്റെ ഇൽമാണ്. ഓക്കെ ഉസ്താദ് കൊടുത്ത ധർമ്മത്തിന്റെ ഭാഗമാണത്, സ്വതക്കയുടെ ഭാഗമാണ്. കാരണം എന്താണ്? ഹബീബായ റസൂലുള്ള പറഞ്ഞു, അത്തബസ്സുമു സ്വതഖ. ഒരു മുഅ്മിനായ മനുഷ്യന്റെ നേരെ നോക്കി നീ പുഞ്ചിരിക്കുന്നത് പോലും സ്വതക്കയാണെന്ന് പറഞ്ഞെങ്കിൽ ലോകത്തെ ഏറ്റവും അമൂല്യമായ സമ്പത്ത് അത് ഇൽമാണെന്നാണല്ലോ മഹാനായ ഇമാം നബവി റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചത്. അതുപോലെ ഇമാമിയങ്ങൾ മുഴുവനും പഠിപ്പിച്ചതാണല്ലോ സഹോദരന്മാരെ. അപ്പോൾ ശൈഖുന ഓക്കെ ഉസ്താദ് എത്ര ആയിരക്കണക്കായ മുതഅല്ലിമീങ്ങൾക്കാണ്, പണ്ഡിതന്മാർക്കാണ് അവിടുത്തെ ഇൽമു വിതരണം ചെയ്തത്. അത് ജാരിയായി നിലനിൽക്കുകയാണ്, ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കുകയാണ്. അതുകൊണ്ട് സ്വതഖത്തുൻ ജാരിയ, ജാരിയായ സ്വതക്കയാണത്. അത് ഒരിക്കലും മുറിയാത്ത സ്വതക്കയാണ്. അപ്പോൾ അത് കിട്ടി. ഇനി നിങ്ങൾ നോക്ക്, രണ്ടാമത്തത് ഇൽമുൻ യന്തഫിഉ ബിഹി, ഉപകാരപ്രദമായ ഇൽമ്. അതും മഹാനായ ശൈഖുനായുടെ ജീവിതത്തിൽ നല്ല ഇൽമിന്റെ ഉടമയായിരുന്നല്ലോ. അവിടുത്തെ ഇൽമു ഉപകാരപ്പെട്ടു എന്നതിന്റെ തെളിവാണ് യുഫഖിഹു ഫിദ്ദീൻ, അല്ലാഹു അവരെ ഏറ്റെടുത്തു എന്നതിന്റെ തെളിവല്ലേ ദീനിൽ വലിയ ഫിഖ്ഹുള്ളയാളാക്കി മാറ്റിയത്. അതുപോലെ തന്നെ ഈ കാണുന്ന എല്ലാ ശിക്ഷഗണങ്ങളും അവിടുത്തെ ഇൽമിന്റെ അടയാളങ്ങളല്ലേ. അപ്പോൾ ഇൽമുള്ളയാളായി മാറി. ഇനി എന്താണ്? വലതുൻ സ്വാലിഹുൻ യദ്ഉ ലഹു, മാതാപിതാക്കൾക്ക് വേണ്ടി ദുആ ചെയ്യുന്ന സന്താനം. സഹോദരന്മാരെ, യഥാർത്ഥത്തിൽ നിങ്ങൾ ആലോചിച്ചു നോക്ക്, ഒരു മുതഅല്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഇൽമു നാഫിയാണെങ്കിൽ, അവൻ ഉഖ്റവിയായ മുതഅല്ലിമാണെങ്കിൽ, അവന്റെ സ്വന്തം മാതാപിതാക്കൾക്ക് ദുആ ചെയ്യുന്നതിനേക്കാളും മുമ്പ് അവന്റെ ഉസ്താദിനെ മറക്കുകയില്ല. ശൈഖുനാക്ക് കിട്ടുന്ന ദുആ എത്രയാണ്? ആരാണ് ദുആ ചെയ്യുന്നത്? വലതാണ്. ഏത് വലത്? അത് ആത്മീയ ലോകത്തെ ഔലാദുകളാണ്, മക്കളാണവർ. മുതഅല്ലിമീങ്ങൾ, ശിഷ്യന്മാരെന്ന് പറഞ്ഞാൽ ആത്മീയ ലോകത്തെ ഔലാദുകളാണ്, മക്കളാണ്. അവരുടെ ദുആ എപ്പോഴും ആ ഉസ്താദുമാർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ ഇൽമു കൊണ്ട് ജോലിയാകുന്ന അത്രയും വിജയകരമായ ഒരു കാര്യം വേറെ എന്തുകൊണ്ട് ജോലിയായാലും നമുക്ക് ലഭിക്കുകയില്ല. ഇൽമു വലിയ മഹത്വമുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ പരിശുദ്ധമായ ഖുർആനിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞു കൊടുത്തത്, നബിയേ ഖുൽ, പറഞ്ഞു കൊടുക്കുക, ഹൽ യസ്തവില്ലദീന ആമനൂ ഹൽ യസ്തവില്ലദീന യഅലമൂന വല്ലദീന ലാ യഅലമൂൻ. അറിവുള്ള ആളുകളും അറിവില്ലാത്ത ആളുകളും സമന്മാരാണോ? അല്ലേ? അല്ല, ഒരിക്കലും അല്ല. അറിവില്ലാത്തയാൾ എത്ര സമ്പന്നനായിട്ടും കാര്യമില്ല, എത്ര അധികാരിയായിട്ടും കാര്യമില്ല. അതേസമയം അറിവുള്ളയാൾക്ക് എല്ലാം വന്നു ചേരുന്നതാണ്, സമ്പത്ത് വന്നു ചേരുന്നതാണ്. മഹാനായ ശൈഖുന റഈസുൽ ഉലമ, നമ്മുടെ സമസ്തയുടെ പ്രസിഡന്റ്, അല്ലാഹുവേ ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകണേ റഹ്മാനേ. വന്യരായ ഉസ്താദിനെ കുറിച്ച് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക് സഹോദരന്മാരെ. അത്രയൊന്നും വലിയ സമ്പത്തുള്ള കുടുംബത്തിൽ ജനിച്ചതല്ല. പക്ഷേ ഉസ്താദിന് 5 ആൺമക്കളും 5 പെൺമക്കളുമാണുള്ളത്. ഈ 5 ആൺമക്കളെയും 5 പെൺമക്കളെയും ഉസ്താദ് വിവാഹം ചെയ്ത് കഴിയുമ്പോൾ ഉസ്താദ് സന്തോഷത്തോടെ പറഞ്ഞ ഒരു വാക്കുണ്ട്, എനിക്ക്
5 ആൺമക്കളും 5 പെൺമക്കളും ഉണ്ടായി. അവരെ എല്ലാം ഞാൻ വിവാഹം ചെയ്തയച്ചു. 1 രൂപ പോലും അതിൻ്റെ പേരിൽ എനിക്ക് കടമില്ല എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് ശൈഖുന വെല്ലുസ്താദിനെ അല്ലാഹു ഉയർത്തിയത് ഇൽമു കൊണ്ടാണെന്ന് മനസ്സിലാക്കണം. ഒരു കാര്യത്തിനും ഒരു വിഷമവും ഉസ്താദിനില്ല. പലപ്പോഴും അവിടെ ചെല്ലുമ്പോൾ ഉസ്താദ് ചെല്ലുന്ന ആളുകൾക്കെല്ലാം 500ഉം 1000ഉം രൂപ വീതം എടുത്തു കൊടുക്കാറുണ്ട്. എന്ന് പറഞ്ഞാൽ അത് ഒരു സാധാരണ തരലാണ്. എന്നാൽ പ്രയാസം അനുഭവിക്കുന്ന ആളുകൾക്ക് വലിയ സംഖ്യകൾ 50,000ഉം അതിലേറെയും കൊടുക്കുന്നത് നമ്മൾക്കറിയാവുന്നുണ്ട്. എന്തേ കാരണം സഹോദരന്മാരെ? എവിടെ നിന്നാണ് കിട്ടുന്നത്? ഉസ്താദ് തന്നെ പറഞ്ഞതായി ഒരിക്കൽ പകൽ ഉസ്താദ് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഉസ്താദിന്റെ അടുക്കൽ ചെല്ലുമ്പോൾ ഉസ്താദ് പറയുന്നു, പകര ഉസ്താദിന്റെ ചാലിയത്തുള്ള ഒരു വലിയ ഹാജിയാരുടെ പേര് പറഞ്ഞിട്ട് പറയുന്നു, നമുക്ക് അദ്ദേഹത്തെ ഒന്ന് കാണാൻ പറ്റുമോ? എന്തിനാണ്? എനിക്ക് കുറച്ച് പൈസ വേണം. എന്തിനാണ് പൈസ എന്ന് ചോദിച്ചപ്പോൾ എൻ്റെ ഒരു അടുത്തയാൾക്ക് അദ്ദേഹം കല്യാണം കഴിച്ചിട്ട് മകളെ കല്യാണം കഴിച്ച് കുറച്ച് പൈസ കടം വന്നിട്ടുണ്ട്. 3-4 ലക്ഷം രൂപ കടമുണ്ടായിട്ടുണ്ട്. ഒരു 50 രൂപ എൻ്റെ അടുക്കൽ വെറുതെ ഇരിക്കുന്നുണ്ടായിരുന്നു. അത് ഞാൻ എടുത്ത് അയാൾക്ക് കൊടുത്തിട്ടുണ്ട്. പക്ഷേ അതുകൊണ്ട് കടം വീടുകയില്ലല്ലോ. അതുകൊണ്ട് ആ ഹാജിയാരെ ഒന്ന് കണ്ടു കഴിഞ്ഞാൽ ആ കടം വീടാൻ അദ്ദേഹം വല്ലതും ചെയ്യുമോ എന്നാണ് ചോദിക്കുന്നത്. സഹോദരന്മാരെ, ഇതാണ് മഹാന്മാരായ നമ്മുടെ ഉസ്താദുമാരുടെ അവസ്ഥ. മഹാനായ ശൈഖുന ഓക്കെ ഉസ്താദിന്റെ വീട് പണിയുടെ പുനർനിർമ്മാണവും പുനരുദ്ധാരണവും അതുപോലെ തൊട്ടടുത്ത് തന്നെയുള്ള പള്ളിയുടെ നിർമ്മാണവും ഒരുമിച്ചാണ് നടക്കുന്നത്. ഞാനവിടെ ഓതുന്ന കാലഘട്ടത്തിലാണ്. അപ്പോൾ ഒരു ഹാജിയാർ വന്നിട്ട് ശൈഖുനാനോട് പറഞ്ഞു, അല്ലയോ ശൈഖുന, നിങ്ങൾ ഏതെങ്കിലും ഒരു പണിയാണ് നടത്തുന്നതെങ്കിൽ വലിയ ഭാരമില്ലാതെ പണി വേഗം തീരുമല്ലോ. ഇപ്പോൾ വീടിന്റെ പണിയും പള്ളിയുടെ പണിയും ഒപ്പം നടത്തുമ്പോൾ എങ്ങനെയാണ് നിങ്ങൾക്ക് ഇത് രണ്ടും കൂടി നടത്താൻ പ്രയാസം വരികയില്ലേ? സാമ്പത്തിക ഞെരുക്കം വരികയില്ലേ എന്ന് ചോദിക്കുമ്പോൾ മഹാനായ ശൈഖുന അന്ന് ഏകദേശം 80 വയസ്സിൽ ചില്ലുവാനുമുണ്ട്. ആ വയസ്സുള്ള ശൈഖുന തൻ്റെ കയ്യിൽ കിടന്ന റാഡോ വാച്ചൊന്ന് കിലുക്കിയിട്ട് പറയുകയാണ്, പൈസയ്ക്ക് ഇവിടെ യാതൊരു ക്ഷാമവുമില്ല, പണിയാനാളെ കിട്ടാത്ത വിഷമമേ ഉള്ളൂ. നമ്മളെന്താ പറയാ? നമ്മൾ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? പൈസക്കൊരു ക്ഷാമം ഇവിടെ ഇല്ല, വേറെ വിഷമം കിട്ടാത്ത കുഴപ്പമുള്ളൂ എന്ന് പറയാറുണ്ട്. അതാണ് ശൈഖുന. അങ്ങനെയാണ് നമ്മുടെ ഉസ്താദുമാർ. അവർക്ക് ഇൽമു കിട്ടിയപ്പോൾ നമ്മുടെ ഉസ്താദുമാരെ നമ്മൾ ആലോചിച്ച് നോക്കുക. അവരൊരു ഇംഗ്ലീഷ് പഠിച്ചിട്ടാണോ? മഹാനായ റഈസുൽ ഉലമയുടെയൊക്കെ സംസാരം നമ്മൾ കേട്ടിട്ടില്ലേ? മുതഅല്ലിമീങ്ങൾ പ്രത്യേകം ചിന്തിക്കണം. ഈ ആധുനിക ലോകത്ത് മഹാനായ റഈസുൽ ഉലമയുടെ വാക്കുകൾ ശ്രദ്ധിക്കുന്ന എത്ര കാതുകളുണ്ടെന്നാണ് നിങ്ങൾ മനസ്സിലാക്കിയത്. പക്ഷേ അവര് സാഹിത്യം, നമ്മൾ ഉദ്ദേശിക്കുന്ന സാഹിത്യം പറഞ്ഞിട്ടാണോ? അവർ പറയുന്നത് സാഹിത്യമാണ്, അത് വേറെ കാര്യം. ഞാൻ ഓർക്കുകയാണ്, ഒരിക്കൽ വലിയ ഉസ്താദിന്റെ ഒരു ലേഖനം നമ്മുടെ SYSന്റെ എറണാകുളം ജില്ലാ കമ്മിറ്റി ഇറക്കിയ സൊവനീറിൽ വരുന്നു. അപ്പോൾ ആ സൊവനീറിൽ വന്ന ലേഖനം വാങ്ങിച്ചു കൊണ്ടുവന്നത് അംസക്കുട്ടി ഹസനി എന്ന് പറയുന്ന അന്ന് ഇവിടെ ബിലാലിൽ ജോലി ഉണ്ടായിരുന്ന ഹസനിയാണ്. അങ്ങനെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ വെല്ലുസ്താദ് എഴുതിയ ഒരു വാക്ക് ഇദ്ദേഹം ഒരു ചെറിയ സാഹിത്യത്തിലാക്കി മാറ്റി. അങ്ങനെ ബുക്കച്ചടിച്ച് വന്നപ്പോഴോ മറ്റോ അതെയോ അതിൻ്റെ എഡിറ്റിംഗ് സമയത്താണോ വെല്ലുസ്താദിൻ്റെ അടുക്കൽ പോയി ഈ അവസാന ഘട്ടത്തിൽ ഈ ലേഖനം വായിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ വായിച്ചു തുടങ്ങി ഈ തിരുത്തിയ സ്ഥലത്ത് വന്നപ്പോൾ വെല്ലുസ്താദ് ചോദിച്ചു, എന്താണ് ഈ വാക്കിൻ്റെ അർത്ഥം? ഈ വാക്കിൻ്റെ അർത്ഥം ഇന്നതാണ്. എന്നാൽ ഞാൻ എഴുതിയ വാക്കിൻ്റെ അർത്ഥം എന്താണ്? അംസക്കുട്ടി ആശന് വേർത്തുപോയി. സത്യത്തിൽ രണ്ടിനും രണ്ടർത്ഥമാണ്. വെല്ലുസ്താദ് എഴുതിയ വാക്കാണ് അവിടെ ഏറ്റവും സൂട്ടാകുന്നത്. അവിടെ ആ വാക്ക് തന്നെ ഉപയോഗിക്കണം. അങ്ങനെ തിരുത്തിയത് വെട്ടിയിട്ട് ആദ്യത്തത് തന്നെ എഴുതേണ്ടി വന്നു. അംസക്കുട്ടി ആശന് എന്നോട് നേരിട്ട് പറഞ്ഞൊരു സംഭവമാണ്. അപ്പോൾ
അവർക്ക് സാഹിത്യം അറിയാനില്ല, അതും നമ്മൾ മനസ്സിലാക്കണം. അവർക്കെല്ലാം അറിയാം. അവരുടെ വാക്കുകൾ കേൾക്കുമ്പോൾ അതിനെ കാതോർക്കുന്ന ഒരുപാട് ആയിരങ്ങൾ ഇന്ന് ലോകത്തിൽ ജീവിച്ചിരിക്കുന്നുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ എല്ലാം തികഞ്ഞവരാണവർ. ആ തികവ് അവർക്കുണ്ടായത് ഇൽമിലൂടെയാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ ഇൽമു പഠിക്കാൻ നമ്മൾ തീരുമാനിക്കണം, അതിന് ഇറങ്ങിത്തിരിക്കണം. പ്രിയപ്പെട്ട മുത്തഅല്ലിമീങ്ങൾ പ്രത്യേകം മനസ്സിലാക്കണം, ഇൽമു എന്നുള്ളത് വെറുതെ കിട്ടുകയില്ല. തഅല്ലുമ് എന്നുള്ളത് അത് നല്ല അധ്വാനിച്ച് പഠിക്കേണ്ട തകല്ലുഫിൻ്റെ ഒരു സീഗയാണത് തഅല്ലും. അതുകൊണ്ട് തന്നെ അധ്വാനിച്ച് തന്നെ പഠിക്കണം. ഇൽമു പഠിക്കേണ്ടത് അധ്വാനിച്ചാണ് പഠിക്കേണ്ടത്. നമ്മൾ വിചാരിക്കുന്നത് പോലെ ഒരു പ്രാവശ്യമോ 2 പ്രാവശ്യമോ വായിച്ചാൽ എല്ലാം തികഞ്ഞു എന്ന് നമ്മൾ ഒരിക്കലും മനസ്സിലാക്കരുത്. അല്ലെങ്കിൽ 10 പ്രാവശ്യമോ 20 പ്രാവശ്യമോ വായിച്ചാൽ ഞാൻ വലിയ വായനക്കാരനാണെന്ന് ഒരിക്കലും ചിന്തിക്കരുത്. പ്രിയമുള്ള സഹോദരന്മാരെ, പ്രിയപ്പെട്ട മുത്തഅല്ലിമീങ്ങളെ, നമ്മൾ മനസ്സിലാക്കണം, മഹാനായ സർനൂജി റളിയല്ലാഹു തആല അൻഹു അതുപോലെയുള്ള മഹാന്മാരെ ഇൽമു പഠിച്ച രൂപം മനസ്സിലാക്കിയാൽ, അവർക്ക് ഇൽമിനോടുള്ള മഹത്വത്തെക്കുറിച്ച് അവർ പറഞ്ഞു മനസ്സിലാക്കിയാൽ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. ബഹുമാനപ്പെട്ട അബൂ ഹസനിൽ ഖർമാസി റളിയല്ലാഹു തആല അൻഹു മഹാനായ ഗസാലി ഇമാമിന്റെ സമകാലികനാണ്. അദ്ദേഹം ഇമാം ഹറമൈനി തങ്ങളുടെ അരികിൽ ഓതിയ മഹാനാണ്. ഇമാം ഗസാലി റളിയല്ലാഹു അൻഹുവിന്റെ ഉസ്താദാണല്ലോ ഹറമൈനി തങ്ങൾ. ആ ഹറമൈനി തങ്ങളുടെ അരികിൽ ഓതിയ ബഹുമാനപ്പെട്ട അബൂ ഹസനുൽ ഖർമാസി റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന്റെ ഒരു സ്വഭാവം നിങ്ങൾക്കറിയുമോ? അദ്ദേഹത്തിന് ഒരു സബക്ക്, ഒരു പാഠമെടുത്തു കഴിഞ്ഞാൽ, ആ പാഠമെടുത്തു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ പരിപാടി എന്താണ്? അദ്ദേഹം അതാ ആ പള്ളിയുടെ അല്ലെങ്കിൽ ആ സ്ഥാപനത്തിന്റെ കോണിപ്പടികളിൽ അദ്ദേഹം ഇരുന്നിട്ട് ഓരോ പടികളിലും ഇരുന്ന് 7 പ്രാവശ്യം ആ പാഠം പഠിച്ചു മനഃപ്പാഠമാക്കുമായിരുന്നു. ഓരോ കോണിപ്പടിയിലും 7 പ്രാവശ്യം വീതം. നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ കയറുമ്പോൾ ആദ്യത്തെ പടിയിലിരുന്ന് 7 പ്രാവശ്യം വായിച്ചു, പിന്നെ 2ാമത്തെ പടിയിലിരുന്ന് 7 പ്രാവശ്യം വായിച്ചു, പിന്നെ 3ാമത്തെ പടിയിലിരുന്ന് 7 പ്രാവശ്യം. 7 പ്രാവശ്യം വായിച്ചും മനഃപ്പാഠമാക്കുമായിരുന്നു എന്നാണ് കിതാബിലുള്ളത്. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? 7 പ്രാവശ്യം വായിക്കുമ്പോഴത്തേക്കും അവർക്ക് എന്താവും? മനഃപ്പാഠമാകും. അഥവാ മനഃപ്പാഠമാകുന്നത് വരെ വായിക്കണം എന്നാണ് ആ പറഞ്ഞതിന്റെ സന്ദേശം കേട്ടോ. എന്തായാലും അങ്ങനെ വായിച്ച് 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 അവസാനത്തെ കോണിപ്പടിയിലും കയറി വായിച്ചിട്ടല്ലാതെ അദ്ദേഹം ഇരിക്കാറില്ല, ഒരു പാഠവും ചിന്തിക്കാറില്ല. എന്നിട്ട് പറയുകയാണ്, അവിടെ എത്ര കോണിപ്പടികൾ ഉണ്ടായിരുന്നു? എത്ര ഉണ്ടായിരുന്നു? ഇവിടുത്തെ കോണിപ്പടി എത്രയുണ്ട്? അത് വായിക്കാത്തവർക്ക് കിട്ടൂല, വായിച്ചാലേ കിട്ടും. ഇവിടെ ഇപ്പൊ എത്ര കോണിപ്പടി ഉണ്ടെന്ന് നമുക്ക് കിട്ടൂല, എനിക്കും കിട്ടൂല, നിങ്ങൾക്കും കിട്ടൂല. കാരണം എന്താ? നമ്മൾ വായിച്ചിട്ടില്ല. എന്നാൽ ബഹുമാനപ്പെട്ടവർ വായിച്ച ആ കോണിപ്പടികൾ അവിടുത്തെ കോണിപ്പടി 90 കോണിപ്പടികൾ ഉണ്ടായിരുന്നു. എത്ര? 90. അപ്പൊ എത്ര പ്രാവശ്യം വായിക്കും ഒരു സബക്ക്? ഏറ്റവും കുറഞ്ഞത് 630 പ്രാവശ്യം വായിക്കുമായിരുന്നു എന്ന് ചുരുക്കം. ഇത്ര 630 പ്രാവശ്യം ആ സബക്ക് വായിക്കുമായിരുന്നു. അങ്ങനെ നമ്മൾ കേട്ട് മുത്തഅല്ലിമീങ്ങൾ നന്നായി വായിക്കണം, കിതാബുകൾ പാരായണം ചെയ്യണം, മുത്താലാ ചെയ്യണം. അതിന് ഒരുപാട് തെളിവുകൾ, ഒരുപാട് മുൻഗാമികളുടെ സമഗ്രമായ മാതൃകകൾ നമ്മുടെ മുന്നിലുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം. പ്രിയമുള്ളവരെ, മഹാനായ സുബ്കി ഇമാം തൻ്റെ തബഖാത്തിൽ ഈ സംഭവം ഉദ്ധരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് മഹാന്മാരെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അവരെല്ലാം പരിശുദ്ധമായ കിതാബുകൾ എത്ര പ്രാവശ്യമാണ് വായിച്ചത് എന്ന് പറഞ്ഞാൽ ഒടുങ്ങുകയില്ല. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ബഹുമാനപ്പെട്ട അബൂബക്കർ
അബൂബക്കറിൽ അബ്ഹരി റളിയല്ലാഹു തആല അൻഹു മാലിക്കി മദ്ഹബുകാരനാണ്. മഹാനായ മാലിക് ഇമാമിന്റെ മുവത്ത എന്ന് പറയുന്ന ഗ്രന്ഥം 35ഓളം പ്രാവശ്യം ഓതി തീർത്ത മഹാനാണ് ബഹുമാനപ്പെട്ടവർ. തീർന്നില്ല, ബഹുമാനപ്പെട്ടവര് മബ്സൂത്ത് എന്ന് പറയുന്ന ഗ്രന്ഥം 45 പ്രാവശ്യം ഓതി തീർത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്കറിയുമോ, മഹാനായ ഇബ്നു അതീഖ് റളിയല്ലാഹു തആല അൻഹു സഹീഹുൽ ബുഖാരി 700 പ്രാവശ്യം ഓതിയിട്ടുണ്ട്. ഇബ്നു അതീഖ് റളിയല്ലാഹു അൻഹു സഹീഹുൽ ബുഖാരി 700 പ്രാവശ്യം ഓതിയിട്ടുണ്ട്. 1000 വട്ടം സഹീഹുൽ ബുഖാരി ഓതിയ മഹാന്മാരുടെ ചരിത്രം നമുക്ക് വായിക്കാൻ കഴിയും. അങ്ങനെ എത്ര മഹാന്മാരാണ് നമ്മുടെ മുന്നിൽ നമുക്ക് പറയാനുള്ളത്. സ്നേഹമുള്ള പ്രിയപ്പെട്ട കരളിന്റെ കഷ്ണങ്ങളായ മുതഅല്ലിമീങ്ങളെ, അതുകൊണ്ട് നമ്മൾ മുതഅല്ലിമീങ്ങളാകണമെങ്കിൽ തഅല്ലുമ് എന്ന പദവിയിലേക്ക് നമ്മൾ ഉയരണം. ആ തഅല്ലുമ് എന്ന പദവി ലഭിച്ചവനാണ് മുതഅല്ലിമാവുകയുള്ളൂ. അങ്ങനെയുള്ള പദവി ലഭിക്കണമെങ്കിൽ നല്ല അധ്വാനം നമ്മളിൽ നിന്നുണ്ടാകണം. അധ്വാനിച്ച് രാത്രി ഒരുപാട് നേരം ഉറങ്ങുന്ന രൂപത്തിൽ സബുക്കിന് വന്നിരുന്നു ഉറങ്ങിയത് കൊണ്ട് മാത്രം കാര്യമായില്ല. അതിന് രാത്രി ഉറക്കമൊഴിയുന്നവർക്ക് സബുക്കിന് ചിലപ്പോൾ ഒന്ന് ഉറങ്ങിപ്പോവും, കണ്ണുമാളിപ്പോവും, അത് സാധാരണയാണ്. പക്ഷെ അതിൻ്റെ ഒപ്പം എന്തും വേണം. രാത്രി നന്നായിരുന്നു ഓതണം, അതും ആവശ്യമാണെന്നാണ് മഹാന്മാര് നമ്മളെ പഠിപ്പിക്കുന്നത്. മനസ്സിലായോ? അങ്ങനെ ഓതിയ ആളുകൾക്ക് പിന്നെ സബുക്കിന് ഉറങ്ങാനും കഴിയൂല, അത് വേറെ കാര്യം. അതെന്താ? അതിൻ്റെ ലദ്ദത്തിലായിരിക്കും അവർ. ആ ലദ്ദത്തില്ലാതെ വരുമ്പോഴാണ് നമ്മുടെ കണ്ണിങ്ങനെ പതുക്കെ മാളിപ്പോകുന്നത്. പ്രിയമുള്ള മുതഅല്ലിമീങ്ങളെ, അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? നന്നായി ഇൽമു പഠിക്കണം. ഇൽമു പഠിച്ചാൽ മാത്രമേ നമുക്ക് വിജയിക്കാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് മാത്രമേ നമുക്ക് രക്ഷപ്പെടാൻ കഴിയുകയുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കണം. ബഹുമാനപ്പെട്ട ഇമാം നവവി റളിയല്ലാഹു തആല അൻഹു, നിങ്ങൾക്കറിയില്ലേ, കേവലം 40 ചില്വാനും വയസ്സ് മാത്രമാണ് ഇവിടെ ജീവിച്ചത്. ആ 40 ചില്വാനും വയസ്സ് മാത്രം ജീവിച്ച ഇമാം നവവി റളിയല്ലാഹു തആല അൻഹു ഈ ലോകത്ത് അദ്ദേഹം എഴുതി വെച്ച ഗ്രന്ഥത്തിന്റെ പേജുകൾ, അതിന്റെ പേപ്പറുകൾ എണ്ണുകയാണെങ്കിൽ അദ്ദേഹം ജീവിച്ച ഓരോ ദിവസവും 10ലധികം പേപ്പറുകൾ എഴുതിയാലാണ് അദ്ദേഹം എഴുതിയ കിതാബുകൾ എഴുതിത്തീരുകയുള്ളൂ എന്ന് ചരിത്രം രേഖപ്പെടുത്തുന്നുവെങ്കിൽ നിങ്ങൾ ആലോചിച്ചു നോക്കണം, അവരെത്ര കിതാബുകൾ മുത്താല ചെയ്തിരിക്കും. വെറുതെ എഴുതാൻ പറ്റൂലല്ലോ. വെറുതെ എഴുതാൻ പറ്റുമോ? എഴുതണമെങ്കിൽ, ഒരു കാര്യം എഴുതണമെങ്കിൽ ഒരു കിതാബിൽ നിന്ന് ഒരു 10 പ്രാവശ്യം വായിക്കുമ്പോഴാണ് അതിൽ നിന്നൊരു 10 പേജ് എഴുതാൻ നമുക്ക് ലഭിക്കുകയുള്ളൂ. അങ്ങനെയാകുമ്പോൾ എത്ര കിതാബുകൾ അവർ ഓതിയിരിക്കണം, എത്ര കിതാബുകൾ അവർ പാരായണം ചെയ്തിരിക്കണം. അതുകൊണ്ട് നമ്മൾ നല്ല അധ്വാനിച്ചു പഠിക്കണം. പഠനം നമ്മുടെ ഏറ്റവും വലിയ ജിഹാദാണെന്ന് നമ്മൾ മനസ്സിലാക്കി പ്രവർത്തിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതുകൊണ്ടാണ് വളരെ വ്യക്തമായി പറഞ്ഞത്, യർഫഇല്ലാഹു അല്ലദീന ആമനൂ മിൻകും വല്ലദീന ഊതുൽ ഇൽമ ദറജാത്ത്. നിങ്ങളിൽ നിന്ന് വിശ്വസിച്ച ആളുകളെയും അതുപോലെ ഇൽമിനെ നൽകപ്പെട്ട ആളുകളെയും അല്ലാഹു പല ദറജകൾ ഉയർത്തുന്നതാണ്. ഈ ഭൂമിയിലും അല്ലാഹു ഉയർത്തുന്നതാണ്, നാളെ ആഖിറത്തിലും ഉയർത്തുന്നതാണ്. നിങ്ങൾ നോക്ക് സഹോദരന്മാരെ, നമ്മുടെ സുൽത്താനുൽ ഉലമയെ നിങ്ങൾ കണ്ടില്ലേ? അവിടുന്ന് ഒരു വാഹനത്തിൽ ഇങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ആ വാഹനത്തിലേക്ക് നോക്കുന്ന എത്ര കണ്ണുകളാണ്. മന്ത്രിമാര് നോക്കുന്നു, അതുപോലെ തന്നെ വലിയ ഉദ്യോഗസ്ഥന്മാര് നോക്കുന്നു, അതുപോലെ തന്നെ വലിയ ആളുകളെല്ലാം സമ്പന്നന്മാര് നോക്കുന്നു. എല്ലാവരും ആ മുഖത്തേക്ക് നോക്കിയിരിക്കുകയാണ്. അങ്ങനെ നോക്കാൻ മാത്രം അവർ ഏറ്റെടുത്ത അവർക്ക് കിട്ടിയ സൗഭാഗ്യം എന്താണ്? അത് അറിവായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം, ഇൽമായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ഇൽമ നമ്മൾ നന്നായി പഠിക്കണം, ധാരാളമായി ഇൽമ നമ്മൾ മുത്താല ചെയ്യണം. മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്,
അൽ ഇൽമു ഖൈറും മിനൽ മാൽ. ഇൽമു അത് മുതലിനേക്കാളും ഖൈറായതാണ്. എന്താ ഇൽമു ഖൈറാണ്, മുതലിനേക്കാളും ഖൈറാണെന്ന് പറയാനുള്ള കാരണം നമുക്കറിയാം. ഇൽമാണെങ്കിലോ അത് നമ്മളെ സംരക്ഷിക്കുന്നതാണ്. അറിവുള്ളവനെ ഇൽമു എന്ത് ചെയ്യും? അവനെ രക്ഷപ്പെടുത്തുന്നതാണ്, സംരക്ഷിക്കുന്നതാണ്. എന്നാൽ മുതലിനെയോ നമ്മൾ സംരക്ഷിക്കണം. ഒരാളുടെ കയ്യിൽ മുതലുണ്ടെങ്കിൽ അയാൾക്ക് എപ്പോഴും പേടിയായിരിക്കും. ഒരു 10 ലക്ഷം രൂപ കയ്യിൽ വെച്ചുകൊണ്ട് ഒരാൾ യാത്ര ചെയ്യാൻ എന്ത് പേടിയായിരിക്കും. അതേസമയം ഒരു ഇൽമുള്ള മനുഷ്യന് 1 രൂപ പോലും കയ്യിലില്ലെങ്കിൽ എവിടെയും പോകാൻ ഒരു പേടി ഉണ്ടാവില്ല. കാരണം എൻ്റെ ഇൽമു കൊണ്ട് എനിക്കതൊക്കെ എവിടെയും പോകാൻ പറ്റുമെന്നുള്ള മനോധൈര്യം അവനുണ്ടാകും. മനസ്സിലായോ? അതുകൊണ്ട് മുത്തഅല്ലിമീങ്ങൾ പ്രത്യേകം ചിന്തിക്കണം. ഇന്നത്തെ മുത്തഅല്ലിമീങ്ങൾക്ക് പൈസ ഉണ്ടാക്കണം എന്ന ഓർമ്മയുള്ള വളരെ കുറഞ്ഞ മുത്തഅല്ലിമീങ്ങൾ നമ്മുടെ ഇടയിലില്ലെങ്കിലും നമ്മുടെ അയൽവക്കത്തൊക്കെ ഉണ്ട്. ഇല്ല എന്ന് പറയാൻ പറ്റില്ല. മനസ്സിലായോ? അവരിങ്ങനെ മൊബൈലിലും അല്ലാതെയുമായിട്ട് ഓരോരോ ഓൺലൈൻ ബിസിനസ്സുകൾ നടത്തി ആ ചിന്തയിലായി. പിന്നെ കുറെ നടത്തി കഴിയുമ്പോൾ ചിലപ്പോൾ ദർശിയിൽ തന്നെ പോകേണ്ടി വരും. എന്ന് പറഞ്ഞാൽ വലിയ കടക്കാരനായി മാറും. പിന്നെ ദർശിക്കാൻ പറ്റൂലല്ലോ. അങ്ങനെ പലരും പോയ ചരിത്രം ഈ എയർപോർട്ടിലൊക്കെ ചെന്ന് നമ്മൾ വിമാനത്തിൽ ചെല്ലുമ്പോൾ പല ആളുകളെയും കാണുമല്ലോ. അവരൊക്കെ ഇങ്ങനെ വർത്തമാനം പറയണ കൂട്ടത്തിൽ പറയണ കേൾക്കാം. എന്തേ ദർശിയിൽ ചാടിപ്പോകാൻ കാരണം കടം കൊണ്ട് പ്രശ്നത്തിലായിട്ടാണ്. അതുകൊണ്ട് ഇൽമു പഠിച്ചോളി, നല്ല സമ്പത്ത് കിട്ടും, എല്ലാം കിട്ടും, എല്ലാ സ്വാധീനവും കിട്ടും, നല്ല ഉയർച്ച കിട്ടും. പക്ഷെ ഇൽമു പഠിക്കണം. പക്ഷെ അതിനു വേണ്ടി പഠിക്കാനും പാടില്ല. ഏതിനു വേണ്ടി? ദുനിയാവിന് സമ്പത്ത് കിട്ടാനും ഉയർച്ച കിട്ടാനും ഇൽമു പഠിക്കരുത്. കാരണം ഇൽമു ദുനിയാവിനെ തേടി നമ്മൾ പോയാൽ ദുനിയാവ് നമ്മളെയും വിട്ടോടുന്നതാണ്. മനസ്സിലായോ? നമ്മളിങ്ങനെ തൊട്ടില്ല എന്നുള്ള രീതിയിൽ ദുനിയാവ് നിൽക്കും. നമുക്ക് അടുത്തേക്ക് അടുക്കാൻ പറ്റില്ല. അതേസമയം ദുനിയാവിനെ വിട്ട് നമ്മൾ ഓടുകയാണെങ്കിലോ ദുനിയാവ് നമ്മുടെ പുറകെ വരും. ഏത് കാര്യവും നടക്കും. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരന്മാരെ, പ്രിയമുള്ള മുത്തഅല്ലിമീങ്ങളെ, നമ്മൾ എന്ത് ചെയ്യണം? നന്നായി ഇൽമു പഠിക്കണം. ഇൽമു പഠിക്കുന്നതിന് വേണ്ടി നന്നായി നമ്മുടെ സമയത്തെ ചിലവഴിക്കണം. കണ്ടോ സഹോദരന്മാരെ, മഹാനായ അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം ഇങ്ങനെ യാത്ര ചെയ്യുകയാണ്. ദീർഘമായ യാത്ര. എന്തിനാണ് യാത്ര ചെയ്യുന്നതെന്നറിയുമോ? കച്ചവടം ചെയ്യാനല്ല, അല്ലെങ്കിൽ സമ്പത്ത് വാരിക്കൂട്ടാനല്ല. പിന്നെ എന്തിനാണ്? ലിത്വലബി ഹദീസിൻ വാഹിദ്, ഒരൊറ്റ ഹദീസ് ലഭിക്കാൻ വേണ്ടി മാസങ്ങളോളം യാത്ര ചെയ്യുകയാണ്. അങ്ങനെ അദ്ദേഹം ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ അദ്ദേഹത്തിനോട് ഒരാൾ ചോദിക്കുകയാണ്, അമാ അന്നലക അൻതസ്തരീഹ, ഒരു ഹദീസ് നേടാനായിട്ട് അങ്ങിത്രയും കഷ്ടപ്പെട്ട് യാത്ര ചെയ്യേണ്ട ആവശ്യമുണ്ടോ? അങ്ങക്ക് ഒന്ന് വിശ്രമിച്ചുകൂടെ? ആ സന്ദർഭത്തിൽ ബഹുമാനപ്പെട്ടവര് പറയുകയാണ്, എൻ്റെ വിശ്രമം എവിടെയാണെന്നറിയുമോ? മഅൽ മിഹ്ബറത്തി ഇലൽ മഖ്ബറ, എൻ്റെ പേന കൊത്തി എഴുതാൻ ഉപയോഗിക്കുന്ന മഷിക്കുപ്പിയുടെ കൂടെയാണ് എൻ്റെ എന്തുള്ളത്? വിശ്രമമുള്ളത്. അത് എവിടം വരെയാണ്? മഖ്ബറ വരെ. ഇതാണ് എൻ്റെ സ്വഭാവമെന്ന് മഹാനായ അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു തആല അൻഹു പഠിപ്പിക്കുകയാണ്. മഹാനായ ഇമാമുൻ നവവി റളിയല്ലാഹു തആല അൻഹു മഹാനവർകളെ രാത്രി ഉറക്കമില്ല. കാന ലാ യലാമു ഇല്ലാ ഖലീലാ, രാത്രി വളരെ കുറച്ചു മാത്രമല്ലാതെ ഉറങ്ങാറില്ല. വയഖ്സുമു ലൈലതൻ ബൈന ദിറാസത്തി വത്തഗ്ലീബി വൽ ഇബാദ, അദ്ദേഹം തൻ്റെ സമയത്തെ 3ആയി തിരിക്കുകയാണ്. എന്താണ് 3 കാര്യങ്ങൾ? അത് പഠിപ്പിക്കലും അതുപോലെ പഠിക്കലും അതുപോലെ ഇബാദത്തുമാണ്. അതിനുവേണ്ടി സമയം തിരിച്ച് അതാ ഇബാദത്തിലും ഇൽമിലും അതുപോലെ പഠനത്തിലും പഠിപ്പിക്കലിലും വ്യാപൃതരാകുന്നു. അതിൻ്റെ ഇടയിൽ വല്ല ഉറക്കവും വന്നു കഴിഞ്ഞാൽ
ഇരിക്കാതെ കിടക്കാതെ ഇരുന്നിടത്ത് തന്നെ ചാരിയിരുന്ന് അല്പനേരം ഉറങ്ങി തൻ്റെ ശരീരത്തിൻ്റെ ക്ഷീണം മാറ്റുന്ന സ്വഭാവമായിരുന്നു മഹാനായ ഇമാമുൻ നവവി റളിയല്ലാഹു തആല അൻഹുവിനുണ്ടായിരുന്നത്. അതുകൊണ്ട് അൽ ഇൽമു ബൈനി ബുയൂതൻ ലാ ഇമാദ ലഹാ വൽ ജഹ്ലു യഹ്ദിമു ബൈതൽ ഇസ്സി വൽ കറമി. ചൊല്ല് മൗലായ സല്ലി വസല്ലം. എന്താ പറഞ്ഞത് സഹോദരന്മാരെ? അൽ ഇൽമു യുബ്നി ബുയൂതൻ ലാ ഇമാദ ലഹാ. ഇൽമു ഉണ്ടെങ്കിൽ അത് നമുക്ക് നല്ല വീടുകൾ പണിത് തരുന്നതാണ്. എങ്ങനത്തെ വീടുകളാണ്? തൂണുപോലും ഇല്ലാത്ത വീടുകൾ നമുക്ക് പണിത് തരുന്നതാണ്. എന്നാൽ വൽ ജഹ്ലു യഹ്ദുമു ബൈതൽ ഇസ്സി വൽ കറമി. വിവരക്കേടായെങ്കിലോ നമ്മൾ വിവരക്കേടുള്ളവനാണ്, ജാഹിലാണെങ്കിൽ നമ്മുടെ ഉള്ള വീട് പൊളിഞ്ഞു പോകുമെന്ന് മാത്രമല്ല നമ്മുടെ ഇസ്സും കറമും നമ്മുടെ ബഹുമാനവും ആദരവുമെല്ലാം അതിൻ്റെ പേരിൽ നഷ്ടപ്പെട്ടു പോകുന്നതാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? നല്ല ഇൽമു പഠിക്കണം. ഇൽമു പഠിക്കുന്ന വിഷയത്തിൽ മഹാന്മാരായ നമ്മുടെ പണ്ഡിതന്മാർ, നമ്മുടെ ഉസ്താദുമാർ, മുൻഗാമികൾ എത്ര അധ്വാനമാണ് അധ്വാനിച്ചിരുന്നത് എന്ന് നമ്മൾ പഠിക്കണം സഹോദരന്മാരെ. എത്രത്തോളം എന്നറിയുമോ? ഇബാദത്ത് കൊണ്ട് വ്യാപൃതരാകുന്ന ആളുകൾക്ക് ചില സംശയമുണ്ട്. ഇബാദത്താണോ ഇൽമാണോ ഏറ്റവും അഫ്ളൽ? ഒരിക്കൽ മഹാനായ ശൈഖുന ഒക്കെ ഉസ്താദിന്റെ അടുക്കൽ ഉസ്താദിന്റെ മഹത്വം കേട്ടിട്ട് തബ്ലീഗ് ജമാഅത്ത് എന്ന് പറയുന്ന സംഘത്തിൽപ്പെട്ട ബിദ്അത്തിന്റെ സംഘത്തിൽപ്പെട്ട കുറച്ച് ആളുകൾ ഉസ്താദിനെ പരീക്ഷിക്കാൻ വേണ്ടി വരികയാണ്. മഹാനായ ശൈഖുന വലിയ ഇബാദത്തുകാരനാണോ? അതല്ല, വെറും ഇൽമു പഠിപ്പിക്കൽ മാത്രമുള്ള ഇബാദത്തൊക്കെ കുറവാണോ എന്ന് ടെസ്റ്റ് ചെയ്യാനാണ് വരുന്നത്. അങ്ങനെ ശൈഖുനാനെ നോക്കുമ്പോൾ സുബഹി നിസ്കാരം കഴിഞ്ഞ് വലിയ താമസമില്ലാതെ ദർസ് തുടങ്ങുകയാണ്. ആ ഇരിപ്പ് ചായ കുടിക്കുന്നത് വരെ തുടരുകയാണ്. ചായയുടെ സമയമായപ്പോൾ അല്പം ചായ കുടിച്ചു, ദുഹാനിസ്കാരം കുറഞ്ഞ രീതിയിൽ നിസ്കരിച്ച് ഉടനെ വീണ്ടും അതാ ദർസ് എടുക്കുന്നതിന് വേണ്ടി ഇരിക്കുകയാണ്. ഉച്ചയായപ്പോൾ ളുഹ്ർ ബാങ്ക് കൊടുക്കുന്നത് വരെ ദർസ് തന്നെ. നിസ്കാരവും ജമാഅത്തും ഒക്കെ കഴിഞ്ഞ് ഭക്ഷണം കഴിഞ്ഞ് വീണ്ടും ദർസ് തുടങ്ങുകയാണ്. അങ്ങനെ അസർ വരെയും, ചിലപ്പോൾ അസറിന് ശേഷവും ചിലപ്പോൾ മഗ്രിബിന് ശേഷവും ഒക്കെ ദർസ് തന്നെയാണ്. ഇത് കണ്ട തബ്ലീഗുകാരൻ പറയുകയാണ്, സംഗതിയൊക്കെ കൊള്ളാം, പക്ഷേ ഇബാദത്ത് കുറവാണ് എന്ന് പറഞ്ഞുകൊണ്ട് ചാപ്പയടിച്ചു പോവുകയാണ്. എന്നാൽ മഹാന്മാരായ പണ്ഡിതന്മാര് പഠിപ്പിച്ചത് എന്താണെന്നറിയുമോ? വതഅല്ലുമുൻ ലിൽ ഇൽമി മിൻ ബാബിൻ ലഹു ഫദ്ലുൻ അലാ മിഅത്തിർ റുകൈഅതി നാഫിലാ. ഇൽമിൽ നിന്ന് ഒരു ചാപ്റ്റർ പഠിക്കൽ, ഒരു ബാബ് പഠിക്കൽ, ഒരു പാഠം പഠിക്കൽ ഫദ്ലുൻ ലഹു അലാ മിഅത്തിർ റുകൈഅതി നാഫിലാ. സുന്നത്തായ 100 റക്അത്ത് നിസ്കരിക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠകരമാണ്. അപ്പൊ ഈ തബ്ലീഗുകാരൻ 100 റക്അത്ത് നിസ്കരിച്ചാലും ശൈഖുന എടുത്ത ഒരു പാഠത്തിന്റെ അടുത്ത് എത്തുകയില്ല എന്നാണ് മഹാന്മാര് മുമ്പേ പറഞ്ഞു വച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, മുതഅല്ലിമീങ്ങളെ ഇൽമു പഠിക്കുന്നതിന് വേണ്ടി നമ്മുടെ സമയങ്ങളെ മുഴുവൻ ചിലവഴിക്കണം.
ഇനി ഇൽമു പഠിക്കാൻ വേണ്ടി വിട്ടാൽ നിങ്ങൾ മനസ്സിലാക്കണം, ഇൽമു പഠിക്കാൻ വേണ്ടി വിട്ടാൽ നമുക്ക് കിട്ടുന്ന ശ്രേഷ്ഠത എന്താണ്? ഭൗതിക ലോകത്ത് തന്നെ പറയാം, ഒരു മുത്തഅല്ലിമിനെ ഓതാൻ വിട്ട് കഴിഞ്ഞാൽ ഉമ്മമാരെ, സഹോദരിമാരെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇന്ന് ആധുനിക ലോകത്ത് പഠിക്കാൻ വിടുന്ന മുത്തഅല്ലിം കുട്ടികളെ, സ്കൂളിലേക്ക് വിടുന്ന കുട്ടികൾ പോയിട്ട് വരുന്നത് വരെ വീട്ടിലിരിക്കുന്ന ഉമ്മയ്ക്ക് യാതൊരു സമാധാനവുമില്ല. എനിക്കുമില്ല, നിങ്ങൾക്കുമില്ല. എന്തേ കാരണമെന്നറിയുമോ? ഒന്നുകിൽ ഇവൻ സ്വന്തമായി മയക്കുമരുന്നിലോ അല്ലെങ്കിൽ മദ്യത്തിലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങളിലോ പെട്ടുപോകുമോ എന്ന പേടിയാണ്. ഇനി അവൻ പെട്ടില്ലെങ്കിൽ മറ്റുള്ളവർ മയക്കുമരുന്ന് അടിച്ചിട്ട് ഇവനെ എന്തെങ്കിലും ചെയ്യുമോ എന്ന പേടിയാണ്. നമ്മുടെ ട്രാഫിക് പോലീസുകാർ പറയൂലോ, എന്താ പറയണത്, നമ്മളിപ്പോൾ ഒരു ബൈക്ക് ഓടിച്ചോണ്ട് നമ്മളവിടെ ചെല്ലുമ്പോൾ പോലീസ് നമ്മളെ പിടിച്ചാൽ നമ്മൾ പറയുന്നത് ഇതിൻ്റെ അപ്പുറത്ത് ഇവിടം വരെ പോകാനാണ്. അപ്പോൾ നമ്മൾ പറയണത് എന്താ? അയാൾ പറയുന്നൊരു മറുപടി ഉണ്ട്, നിങ്ങൾ വളരെ പതുക്കെ സൂക്ഷിച്ചാണ് പോകുന്നത്, പക്ഷെ മറ്റൊരാൾ വന്ന് നിങ്ങൾ കയറി എന്ത് ചെയ്യും എന്ന് ചോദിക്കുന്ന അവസ്ഥയിൽ ഇന്ന് നമ്മുടെ സ്കൂളുകൾ എത്തിയിരിക്കുകയാണ്. ഒരു സ്കൂളും എന്തിനെ തൊട്ട് സുരക്ഷിതമല്ല? മയക്കുമരുന്നിനെ തൊട്ടും അതുപോലെ മദ്യത്തിനെ തൊട്ടും സുരക്ഷിതമല്ലാത്ത രീതിയിൽ എല്ലാ സ്കൂളുകളിലും ഇത് വ്യാപൃതരായി. സ്കൂളുകളിൽ മാത്രമാണോ? കഴിഞ്ഞ ദിവസം നമ്മൾ പത്രത്തിൽ വായിച്ചില്ലേ, മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാർ അവരാണ് എന്ത് നൽകുന്നത്? മയക്കുമരുന്നിൻ്റെ വിതരണ ചുമതല ഏറ്റെടുത്തിരിക്കുന്നത്. ഡോക്ടറായിട്ട് കിട്ടുന്ന ശമ്പളം പോരാത്തത് കൊണ്ട് മയക്കുമരുന്ന് വിറ്റ് കാശ് കൂടുതൽ സമ്പാദിക്കുന്ന വ്യാഗ്രതയിലേക്ക് മനുഷ്യന്മാരെത്തിയിരിക്കുകയാണ്. അങ്ങനെ എല്ലാ മേഖലകളിലും മയക്കുമരുന്ന് നിറഞ്ഞിരിക്കുകയാണ്. ഇങ്ങനെ നിറഞ്ഞാടുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, അതിൽ നിന്ന് അല്പമെങ്കിലും നമുക്ക് സുരക്ഷിതത്വം നൽകുന്ന ഒരു മേഖല ഇത്തരം ദർസുകളും ഇൽമിൻ്റെ സ്ഥാപനങ്ങളുമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ കുട്ടികളെ, ഞാൻ എൻ്റെ നാട്ടുകാരോട് പറയുകയാണ്, നമ്മുടെ കുട്ടികളെ ഇപ്പോൾ വെക്കേഷൻ സമയമാണ്. അവരെ നമുക്ക് കിട്ടുന്ന സമയം കുറഞ്ഞ സമയമെങ്കിലും അവരെ നമ്മുടെ ദർസുകളിൽ കൊണ്ടുപോയി ആക്കി പഠിക്കാൻ നിങ്ങൾ അവരെ പ്രേരിപ്പിക്കണം. കാരണം അങ്ങനത്തെ അറിവ് അവരുടെ കയ്യിലില്ലാതെ വന്നാൽ നമ്മൾ പത്രങ്ങളിൽ വായിച്ചതുപോലെ ഉമ്മയെ തിരിച്ചറിയാതെ ഏറ്റവും ഇഷ്ടക്കാരായ ഉമ്മയെയും സഹോദരനെയും അതുപോലെ കാമുകിയെയും വെട്ടിക്കൊന്ന അതേ കൈകൊണ്ട് തന്നെയാണ് ഏറ്റവും ദേഷ്യമുള്ളവരെയും വെട്ടിക്കൊന്നത്. അഥവാ ദേഷ്യമുള്ളവരെ വെട്ടിക്കൊന്ന അതേ കൈകൊണ്ട് തന്നെയാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടവരെയും വെട്ടിക്കൊന്നത്. എന്തേ കാരണം അടിച്ചു കൊന്നത്? എന്തേ കാരണം? അവർക്ക് ആത്മീയമായ ഇൽമ കയ്യിലില്ലാതെയായി പോയി എന്നതാണ്. ഉമ്മയോട് ഛേ എന്ന് പോലും പറയരുത് എന്ന് പഠിപ്പിച്ച ഒരു ദീനിന്റെ മക്കളിൽ നിന്ന് ഇത്തരം പ്രവർത്തനങ്ങൾ കാണുമ്പോൾ സഹോദരി, നമ്മൾ ചിന്തിക്കണം. നമ്മുടെ മക്കളെ റിബലത്തിലേക്ക് നാം തള്ളിവിടുകയല്ലേ ചെയ്യുന്നത്? എങ്ങനെയാണ് നമ്മുടെ മക്കൾ റിബറന്മാരാകുന്നത് എന്ന് നമ്മൾ സ്വയമായി ചിന്തിക്കണം. ഒന്നാമത് നമ്മൾ ചിന്തിക്കണം, സുബഹി ബാങ്ക് കൊടുക്കുമ്പോൾ നമ്മളൊക്കെ എഴുന്നേൽക്കാറുണ്ട്. ആ സുബഹി ബാങ്ക് കൊടുക്കുമ്പോൾ എഴുന്നേൽക്കുന്ന നമ്മൾ നമ്മുടെ കുട്ടി ഉറങ്ങുന്ന സമയത്ത് നമ്മൾ ചിന്തിക്കുന്നത് എന്താണ്? ഇപ്പോൾ 5 മണിയല്ലേ ആയിട്ടുള്ളൂ, അല്ലെങ്കിൽ 4:55 ഇപ്പോൾ ബാങ്ക്. 4:55 ബാങ്ക് കൊടുക്കുമ്പോൾ ആ കുട്ടിയെ എഴുന്നേൽപ്പിക്കേണ്ടതില്ലല്ലോ. നമുക്ക് പള്ളിയിൽ പോയി ജമാഅത്തായിട്ട് വന്നതിന് ശേഷം അവനെ എഴുന്നേൽപ്പിച്ച് നിസ്കരിപ്പിക്കാമല്ലോ എന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. അങ്ങനെ ചിന്തിക്കുന്ന നമ്മളൊന്ന് ആലോചിച്ചു നോക്ക്, എന്താണ് നമ്മൾ മനസ്സിലാക്കിയത്? ഈ കുട്ടി നിസ്കരിച്ചില്ലെങ്കിൽ ഈ കുട്ടിയുടെ മടക്കം നരകത്തിലേക്കാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷേ അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നില്ല. എന്നാൽ ഒരു ദിവസം ജമാഅത്ത് നിസ്കരിക്കാനായി പള്ളിയിലേക്ക് നമ്മൾ ഇറങ്ങുകയാണ്. അങ്ങനെ ഇറങ്ങി നമ്മൾ ഗേറ്റിന്റെ അടുക്കൽ ചെല്ലുമ്പോഴാണ് വീടിന്റെ അകത്ത് നിന്നൊരു പൊട്ടിത്തെറി ഉണ്ടാകുന്നത്. വേഗം നമ്മൾ തിരിച്ചു വന്ന് നോക്കുമ്പോൾ അടുക്കളയിലുള്ള ഗ്യാസ് പൊട്ടിത്തെറിച്ചതാണ്.
അങ്ങനെ പൊട്ടിത്തെറിച്ച് അടുക്കളയ്ക്ക് തീ പിടിച്ചിരിക്കുകയാണ്. ഉടനെ നമ്മൾ എന്താണ് ചെയ്യുന്നത്? 4:55 ബാങ്ക് കൊടുത്തപ്പോൾ എഴുന്നേൽപ്പിക്കാൻ വിസമ്മതിച്ച നമ്മൾ അതേ ഈ ഗ്യാസ് പൊട്ടിത്തെറിച്ചപ്പോൾ അടുക്കളയിലാണ് തീ പിടിച്ചിരിക്കുന്നത്. ഇനിയും റൂമിലേക്ക് വരാൻ കുറച്ചുകൂടി സമയമുണ്ടല്ലോ. എന്നാൽ നമുക്ക് ആ ഗ്യാസ് ഓഫാക്കിയിട്ട് ആകാം മക്കളെ വിളിച്ചെണിപ്പിക്കുന്നത് എന്ന് ഏതെങ്കിലും ഒരു മനുഷ്യൻ ചിന്തിക്കുമോ? ഇല്ല. മറിച്ച് അവൻ എന്ത് ചെയ്യും? നേരെ ചെന്ന് മക്കളെ വിളിച്ചെണിപ്പിച്ച് വേഗം പുറത്തു ചാടിക്കും. കാരണം ഈ ഗ്യാസിൽ നിന്ന് വരുന്ന തീയിന്റെ പൊള്ളലേറ്റിട്ട് മക്കൾ ഒരിക്കലും ഒന്നും സംഭവിക്കാൻ പാടില്ല എന്ന ചിന്തയാണ്. എന്നാൽ ദുനിയാവിലെ ഈ തീയിനേക്കാൾ 70,000 70,000 ഇരട്ടി ശക്തിയുള്ള തീയാണ് നാളെ ആഖിറത്തിലെത്തി എന്ന് പഠിപ്പിച്ച തീയ്. ആ തീയിൽ നമ്മളുടെ മക്കൾ വീഴാതിരിക്കാൻ സുബഹി നിസ്കരിക്കാനായി വിളിക്കാൻ ഉമ്മ ഉപ്പ നമ്മൾ തയ്യാറാകുന്നില്ല. പിന്നെ എങ്ങനെ നമ്മുടെ മക്കൾ ഇങ്ങനെ പോകാതിരിക്കും? നമ്മൾ ആലോചിക്കണം. നമ്മുടെ മക്കൾ തെറ്റുകളിലേക്ക് പോകാതിരിക്കുന്നത് എങ്ങനെയാണ്? അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതുകൊണ്ടാണ് മക്കളെ നമ്മൾ വളർത്തുമ്പോൾ ഒരുപാട് ആദാബുകൾ നമുക്ക് പഠിപ്പിച്ചു തന്നു. മക്കൾ ജനിക്കുമ്പോൾ മുതൽ ചില ആദാബുകളുണ്ട്. അതെല്ലാം പാലിച്ചുകൊണ്ടായിരിക്കണം മക്കളെ നമ്മൾ വളർത്തേണ്ടത്. ആ മക്കളെ വളർത്തുമ്പോൾ ആ ആദാബുകളിൽ പെട്ടതാണ് ആ കുട്ടിക്ക് അല്ലാഹുവിനെ കുറിച്ചും റസൂലിനെ കുറിച്ചും പഠിപ്പിച്ചു കൊടുക്കുക, ദീനിനെ കുറിച്ച് പഠിപ്പിച്ചു കൊടുക്കുക. അതിനുള്ള വേദികൾ ഉണ്ടായിട്ടും നമ്മളത് ചെയ്തില്ലെങ്കിൽ നമ്മൾ വലിയ കുറ്റക്കാരായി മാറുമെന്ന വിവരം നമ്മൾ ഒരിക്കലും മറന്നു പോകരുത് സഹോദരന്മാരെ. അതുകൊണ്ട് ദുനിയാവ് മാത്രം മോഹിച്ച് ആഗ്രഹിച്ച് ജീവിച്ചാൽ എല്ലാം നഷ്ടത്തിലായി പോകുന്നതാണ്. നിങ്ങൾക്ക് കേൾക്കണോ? മഹാനായ ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു തആല അൻഹു മഹാനവർകൾ ഒരിക്കലിങ്ങനെ മഹാനായ സിദിയുസിഖ്തി റളിയല്ലാഹു അൻഹുവിന്റെ അരികിൽ കിടന്നുറങ്ങുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ മഹാനായ സിദിയുസിഖ്തി റളിയല്ലാഹു അൻഹു ജുനൈദുൽ ബഗ്ദാദിയെ വിളിക്കുകയാണ്. മഹാനായ ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു തന്നെയാണ് ഈ സംഭവം പറയുന്നത്. ഫന്തബഹനി, അങ്ങനെ സിദിയുസിഖ്തി എന്നെ എഴുന്നേൽപ്പിച്ചു. ഫഖാലലി, എന്നിട്ട് സിദിയുസിഖ്തി എന്നോട് പറഞ്ഞു, യാ ജുനൈദ് റഅയ്തു കഅന്നി ഖദ് വഖഅതു ബൈന യദയില്ലാ. ഞാൻ അല്ലാഹുവിൻ്റെ മുന്നിൽ നിൽക്കുന്നതായിട്ട് ഞാനിപ്പോൾ കണ്ടു. അങ്ങനെ അല്ലാഹുവിൻ്റെ മുന്നിൽ ഞാൻ നിൽക്കുമ്പോൾ ഫഖാലലി, എന്നോട് അല്ലാഹു പറഞ്ഞു, യാ സിദി ഖലഖ്തുൽ ഖൽഖ ഫകുല്ലുഹും യദ്ഉ മഹബ്ബതി ഇദ്ദഉ മഹബ്ബതി. ഞാൻ എന്തു ചെയ്തു? സൃഷ്ടികളെ എല്ലാം സൃഷ്ടിക്കുകയുണ്ടായി. അങ്ങനെ നോക്കുമ്പോൾ അവരൊക്കെ എന്നെ വലിയ ഇഷ്ടമാണ് എന്ന് വാദിക്കുകയാണ്. അല്ലാഹു പറയുകയാണ് ആരോട്? സിദിയുസിഖ്തി സ്വപ്നത്തിലാണ് കാണുന്നത്. അല്ലാഹു പറയുന്നു, ഓ സിദി, ഞാൻ എല്ലാ സൃഷ്ടികളെയും സൃഷ്ടിച്ചു, അവരൊക്കെ എന്നോടുള്ള വലിയ മഹബത്തുണ്ട് എന്ന് വാദിക്കുകയാണ്. എന്നാൽ ഞാൻ എന്ത് ചെയ്തു? വഖലഖ്തുദ്ദുനിയാ, ഞാൻ ദുനിയാവ് സൃഷ്ടിച്ചു. ഫഹറബ ബിന്നി തിസ്അതു അശാരിഹിം വബഖിയഹു മഈ. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു? ദുനിയാവ് സൃഷ്ടിച്ചു. ദുനിയാവ് കണ്ടപ്പോൾ, ആ ദുനിയാവിൻ്റെ ആഡംബരങ്ങൾ കണ്ടപ്പോൾ, ആ ദുനിയാവിൻ്റെ രസപ്രദങ്ങളായ കാര്യങ്ങൾ കണ്ടപ്പോൾ എൻ്റെ അടുക്കൽ നിന്ന് 99% ആളുകളും ഓടിപ്പോയി.
1% മാത്രമാണ് എൻ്റെ അടുക്കൽ നിന്നത്. 10 പേരിൽ നിന്ന് 9 ആളുകളും എൻ്റെ അടുക്കൽ നിന്ന് ഓടിപ്പോയി. ഒരാൾ മാത്രമാണ് പിന്നെ എൻ്റെ അടുക്കൽ നിൽക്കുന്നത്. അഥവാ 10ൽ 9 എൻ്റെ അടുക്കൽ നിന്ന് ഓടിപ്പോയി. ഒരു ഭാഗം മാത്രമാണ് ഇപ്പോൾ എൻ്റെ അടുക്കൽ നിൽക്കുന്നത്. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു? ഞാൻ വീണ്ടും അതാ സ്വർഗം പടക്കുകയുണ്ടായി. ഫഖലഖതുൽ ജന്ന ഫഹറബ മിന്നി സബഅതു അഅസാരിൽ ഉസ്തിസ്അതു അഅസാരിൽ ഉസ്രി. ആ 10-ന്റെ 9 ഭാഗവും ആ 10-ന്റെ 9 ഭാഗം ആളുകളും എൻ്റെ അടുക്കൽ നിന്ന് ഇപ്പോൾ പോയിരിക്കുകയാണ്. ഇനി 10-ൽ നിന്ന് 1 മാത്രമാണ്. 10-ൽ നിന്ന് 10 ഇപ്പോൾ എൻ്റെ അടുക്കൽ ശേഷിക്കുന്നത്. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു? അവസാനം ഞാൻ എന്ത് ചെയ്തു അറിയുമോ? ഞാൻ ബലാഇനെ സൃഷ്ടിക്കുകയുണ്ടായി, പരീക്ഷണങ്ങളെ സൃഷ്ടിക്കുകയുണ്ടായി. അങ്ങനെ പരീക്ഷണങ്ങളെ സൃഷ്ടിച്ചപ്പോൾ എൻ്റെ അടുക്കലുണ്ടായിരുന്ന 10-ൽ നിന്ന് 9 ഭാഗം ആളുകളും ഓടിപ്പോയി. ഇനി എൻ്റെ അടുക്കൽ ശേഷിക്കുന്നത് 10-ന്റെ 11 മാത്രമാണ് എൻ്റെ അടുക്കൽ ശേഷിക്കുന്നത്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, അവർ എൻ്റെ ആളുകളാണ്, അവരെ ഞാൻ സ്നേഹിക്കുന്നവരാണ്. അവർ ദുനിയാവ് കണ്ട് ഓടിയില്ല, നരകത്തെ കണ്ട് ഭയപ്പെട്ടില്ല, സ്വർഗത്തെ കണ്ട് ഇഷ്ടപ്പെട്ടില്ല. വമാ മഖ്സൂദുഹും ജന്നാത്തു അദ്നി വലൽ ഹൂറുൽ ഹിസാനി വലൽ ഖിയാമ സിവാ നദിരിൽ ജലീ വലാ മുനാഹു ഫഹാദാ. മഹാന്മാര് പറഞ്ഞില്ലേ, അവർക്ക് സ്വർഗം ആഗ്രഹമില്ല, നരകം അവർക്ക് ആഗ്രഹമില്ല. വമാ മഖ്സൂദുഹും, അവരുടെ ഉദ്ദേശമല്ല. ജന്നാത്തു അദ്നിൻ, സ്വർഗമല്ല. വലൽ ഹൂറുൽ ഹിസാൻ, ഹൂറുലീങ്ങളായ പെണ്ണുങ്ങളും അവരുടെ ചിന്തയിലില്ല. പിന്നെ എന്താണ്? സിവാ നദിരിൽ ജലീവലാ മുനാഹു. അല്ലാഹുവിന്റെ ആ തിരുവജ്ഹ് കണ്ടുകൊണ്ടിരിക്കലാണ് അവരുടെ ലക്ഷ്യം, അവരുടെ ഉദ്ദേശം അതാണ്. ആ ലക്ഷ്യത്തിന് വേണ്ടിയാണ് അവർ ജീവിക്കുന്നത്. അഹദാ മഖ്സദുൽ ഖൗമിൽ കിറാമ. ഇതാണ് മാന്യന്മാരായ അല്ലാഹു ഇഷ്ടപ്പെടുന്ന ആളുകളുടെ ഉദ്ദേശമെന്ന് പഠിപ്പിച്ചുവെങ്കിൽ സഹോദരന്മാരെ, അല്ലാഹുവിനെ ചിന്തിച്ചുകൊണ്ട് പടച്ചവന്റെ തൃപ്തിക്ക് വേണ്ടിയിട്ട് നമ്മൾ മുതഅല്ലിമീങ്ങളാകണം, നമ്മൾ ഉലമാക്കളാകണം. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ പറഞ്ഞ ഒരു ഹദീസ് നമുക്ക് കാണാം. ഈ ലോകത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും വലിയ അദാബിന് വിധേയരാക്കുന്നതും അതും ഉലമാക്കൾ തന്നെയാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്, ലോകത്തിലെ ഏറ്റവും നാളെ നരകത്തിൽ ഏറ്റവും വലിയ ശിക്ഷയ്ക്ക് വിധേയരാകുന്ന ആളുകൾ അത് ഉലമാക്കളാണ്. ഭൗതിക ചിന്തയിൽ ജീവിക്കുന്ന ഉലമാക്കളാണ്, മുതഅല്ലിമീങ്ങളാണ്. അതുകൊണ്ട് കരളിന്റെ കഷ്ണങ്ങളായ മുതഅല്ലിമീങ്ങളെ, നമ്മൾ അല്ലാഹുവിന്റെ പൊരുത്തത്തിലായി ജീവിക്കാൻ, അവന്റെ പൊരുത്തത്തിൽ നമ്മളുടെ ഇൽമിനെ നമ്മൾ പഠിക്കാൻ
തയ്യാറാകണം. അങ്ങനെ ത്യാഗങ്ങൾ സഹിച്ച് ഇൽമു പഠിക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദുനിയാവും ദുനിയാവിലുള്ളത് മുഴുവനും നമുക്ക് തരുന്നതാണ്. ഇതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മുടെ മഹാനായ ഈ പരിശുദ്ധമായ പരിപാടി ഇവിടെ സംഘടിപ്പിക്കാൻ കാരണക്കാരായ മഹാനായ ഖുതുബുൽ ആലം ശൈഖുനാ സിഎം വലിയുല്ലാഹി ഖദ്ദസല്ലാഹു സിർറുൽ അസീസ്. മഹാനായ ഖുതുബുൽ ആലം ശൈഖുനാ സിഎം വലിയുല്ലാഹി ഖദ്ദസല്ലാഹു സിർറുൽ അസീസിന്റെ ഏറ്റവും വലിയ കറാമത്ത് എന്താണ്? രോഗം മാറ്റലാണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്തു കൊടുക്കലാണോ? ഒരിക്കലുമല്ല സഹോദരന്മാരെ. അവിടുത്തെ ഏറ്റവും വലിയ കറാമത്ത് ഇൽമായിരുന്നു. നിങ്ങൾ കേട്ടിട്ടില്ലേ? ബഹുമാനപ്പെട്ടവരുടെ എരികിലേക്ക് ഒരിക്കൽ മഹാനവറുകളുടെ അടുപ്പക്കാരനായ ഒരു ബാക്കവി ഉസ്താദ് വരികയാണ്. ആ ബാക്കവി ഉസ്താദ് വന്നിട്ട് ജമ്മുൽ ജവാമിഇന്റെ അവസാന ഭാഗങ്ങൾ കുറച്ച് ടൈറ്റ് പിടിച്ച കുറച്ച് പ്രയാസമുള്ള ഭാഗമാണ്. ആ ഭാഗങ്ങൾ ഇങ്ങനെ മഹാനായ ശൈഖുനാടെ അടുക്കൽ വന്ന് പരാതി പറയുകയാണ്. ആ ഭാഗം ഓതാൻ എനിക്ക് മനസ്സിലാകുന്നില്ല, അത് ഓതിക്കൊടുക്കാൻ എനിക്ക് തിരിയുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ മഹാനായ ശൈഖുനാ അവിടുത്തെ ഹൃദയത്തിൽ നിന്ന് അതാ ജമ്മുൽ ജവാമിഇന്റെ അവസാന ബാബ് അങ്ങോട്ട് മുഴുവനായി ഓതിക്കൊടുത്ത് വിശദീകരിച്ചു കൊടുക്കുകയാണ്. എന്തേ കാരണം? അങ്ങനെ ഹിഫ്ളാക്കാനുള്ള കാരണം എന്താണ്? ഹിഫ്ളുണ്ടാകണമെങ്കിൽ പാപരഹിതമായ ജീവിതം നയിക്കണം. മഹാനായ ശൈഖുനാ മുതഅല്ലിമായിരുന്ന കാലം മുതൽ വളരെ സൂക്ഷ്മാലുവായിട്ടാണ് ജീവിച്ചത്. മുതഅല്ലിമീങ്ങൾ പ്രത്യേകം ചിന്തിക്കേണ്ട കാര്യമാണ്. വളരെ സൂക്ഷ്മാലുവായിട്ടാണ് ജീവിച്ചത്. ഒരിക്കൽ തൻ്റെ ചെലവ് വീട്ടുകാരൻ്റെ കൂടെ അതാ വീട്ടിലേക്ക് ഭക്ഷണം കഴിക്കാനായിട്ട് ശൈഖുന പോവുകയാണ്. ചെറുപ്പത്തിൽ മുതഅല്ലിമായിരിക്കുമ്പോൾ ചെലവ് വീട്ടുകാരൻ്റെ കൂടെ ഭക്ഷണം കഴിക്കാനായി പോവുകയാണ്. അപ്പോൾ ഒരു പാടത്തിൻ്റെ വരമ്പിലൂടെയാണ് ഇങ്ങനെ യാത്ര ചെയ്യുന്നത്. യാത്ര ചെയ്യുന്ന സമയത്ത് ഈ ചെലവ് വീട്ടുകാരൻ നാടനാണല്ലോ, അദ്ദേഹം തൻ്റെ തുണിയിൽ അഴുക്കുകളാകാതിരിക്കാനായി അതാ ആ തുണി മുകളിലേക്ക് മാടി കുത്തുകയാണ്. സാധാരണ പഴയ കാലത്ത് അങ്ങനെ മടക്കി കുത്താറുണ്ടല്ലോ, അങ്ങനെ കുത്തുകയാണ്. അങ്ങനെ കുത്തിയ സമയത്ത് തന്നെ മഹാനായ ശൈഖുന പറയുകയാണ്, തുണി അഴിച്ചിടൂ, മടക്കി കുത്ത് അഴിച്ചിടൂ. ഔറത്ത് കാണുന്നവരും കാണിക്കുന്നവരും കുറ്റക്കാരാണ്, നരകക്കാരനാണ്. ആ ചെറിയ സാധാരണ നിലക്ക് നമുക്ക് ചെറുതെന്ന് തോന്നുന്ന കാര്യം വരെ അവരുടെ അടുക്കൽ വലിയ കാര്യമായിട്ട് അവർ കാണുകയാണ്. മഹാന്മാരെല്ലാം ഇൽമു അത് അവരുടെ കയ്യിലുണ്ടായാൽ അങ്ങനെ ചെറിയ ഗൗരവങ്ങളെയും വലിയ ഗൗരവമായിട്ട് അവർ കാണുന്നതാണ്. നമുക്കിന്ന് ഒന്നും ഗൗരവമല്ലാതെയായി മാറുന്നത് നമ്മുടെ കയ്യിൽ ഇൽമില്ല എന്നത് തന്നെയാണ്. അല്ലാഹുവേ, നിന്റെ മഹദ് ഫദ്ല് കൊണ്ട് ഞങ്ങൾക്ക് ഇൽമു തരണേ റഹ്മാനേ, നാഫിയായ ഇൽമു തരണേ അല്ലാഹ്. പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, ബഹുമാനപ്പെട്ട സിഎം വലിയുല്ലാഹി അവിടുന്ന് എത്ര ചെറിയ തെറ്റുകൾ കണ്ടാലും അതിനെ നിസാരപ്പെടുത്തുകയില്ല, അത് നിസാരമായി കാണുമായിരുന്നില്ല. നമ്മൾ പലവട്ടം കണ്ട് കേട്ടിട്ടുള്ള ഒരു സംഭവമാണല്ലോ ശൈഖുനാ സുൽത്താനുൽ ഉലമാ എ.പി. ഉസ്താദ് വഅദ് പറയുന്ന സമയത്ത് എ.പി. ഉസ്താദ് വഅദ് പറയാനായിട്ട് ഇരിക്കുന്ന മജ്‌ലിസിൽ മേശപ്പുറത്ത് മദീനത്തെ പള്ളിയുടെ മദീനത്തെ റൗദാ ശരീഫിന്റെ ഫോട്ടോ ഉള്ള ഒരു മുസല്ല ഇങ്ങനെ മേശപ്പുറത്ത് വിരിച്ചിട്ടിരിക്കുന്നു. അത് കണ്ട ശൈഖുന ആ മജ്‌ലിസിലേക്ക് സ്റ്റേജിലേക്ക് കയറുന്നില്ല. ആദ്യ കാലഘട്ടങ്ങളിൽ മഹാനായ സുൽത്താനുൽ ഉലമ വഅദ് പറയുമ്പോൾ അവിടെ ദുആ ചെയ്യാൻ വരുന്നത് ബഹുമാനപ്പെട്ടത് ശൈഖുന മടവൂർ വലിയുല്ലാഹി ആയിരുന്നു. പക്ഷേ ഈ സദസ്സിലേക്ക് കയറുന്നില്ല. കാരണം അന്വേഷിച്ചു, അവസാനം കാരണം തിരിഞ്ഞു. എന്തായിരുന്നു കാരണം? മദീനത്തെ ഫോട്ടോയുള്ള റൗദാ ശരീഫിന്റെ ഫോട്ടോയുള്ള ആ
മുസല്ല അദബ് കേടായിട്ട് വിരിച്ചതാണ് കാരണം. സഹോദരന്മാരെ, ഒരിക്കൽ ബഹുമാനപ്പെട്ട AP ഉസ്താദ് തന്നെ പറഞ്ഞ ഒരു സംഭവം കേൾക്കാം. AP ഉസ്താദ് നിസ്കരിക്കുകയാണ്, ഇമാമായിട്ട് നിസ്കരിക്കുകയാണ്. മഹാനായ ശൈഖുനാ CM വലിയുള്ളാഹി പുറകെ നിന്ന് നിസ്കരിക്കുകയാണ്. ആ സമയത്ത് നിസ്കാരമൊക്കെ കഴിഞ്ഞപ്പോൾ മഹാനായ സുൽത്താനുൽ ഉലമയെ അടുത്ത് വിളിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ശൈഖുന ചോദിക്കുകയാണ്, CM വലിയുള്ളാഹി ചോദിക്കുകയാണ്, അല്ലയോ നിങ്ങൾ നിസ്കാരത്തിൽ അനങ്ങുന്നുണ്ടോ? ചെറിയ ഒരു അനക്കം പോലും അത് ഗൗരവമായി കണ്ട് ഉണർത്തിക്കൊടുത്ത മഹാനായ CM വലിയുള്ളാഹി. എൻ്റെ മുത്തഅല്ലിമീങ്ങളെ, നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇപ്പോൾ എല്ലാവരും അനങ്ങി അനങ്ങൽ ഒരു പ്രശ്നമേ അല്ലാതെയായി മാറിയിരിക്കുകയാണ്. മുത്തഅല്ലിമീങ്ങൾ അടുത്ത് നിന്ന് അനങ്ങുമ്പോൾ നാട്ടുകാരും അനങ്ങും, പിന്നെ അത് കാണുമ്പോൾ ഉസ്താദുമാരും അനങ്ങും. ആർക്കും അനക്കം ഒരു പ്രശ്നമല്ലാതെയായി മാറിയിരിക്കുന്നു. അതുകൊണ്ട് നിസ്കാരത്തിൽ തുടർച്ചയായിട്ട് 3 അനക്കം അനങ്ങിക്കഴിഞ്ഞാൽ നിസ്കാരം ബാത്തിലാകും. പിന്നെ ആ നിസ്കാരത്തിനൊരു സ്ഥാനവുമില്ല. പിന്നെ അവിടെ സുജൂദ് ചെയ്തിട്ട് കാര്യമില്ല, റുക്കൂ ചെയ്തിട്ട് കാര്യമില്ല. മുത്തഅല്ലിമീങ്ങൾ പ്രത്യേകം ഗൗനിക്കണം, പ്രത്യേകം ശ്രദ്ധിക്കണം. ചൊറിച്ചിലും കടിയും കൂടുതൽ ഉണ്ടാകും നിസ്കാരത്തിന് കൈകെട്ടിക്കഴിഞ്ഞാൽ. അല്ലാത്തപ്പോൾ ഒന്നും ഉണ്ടാവുകയില്ല. കാരണം ശൈത്താൻ അറിയാം നമ്മുടെ നിസ്കാരം മുത്തഅല്ലിമീങ്ങളാണ് നിസ്കരിക്കുന്നത്. ശൈത്താന്മാർ പോലും പരാജയപ്പെട്ട ആളുകളാണ് മുത്തഅല്ലിമീങ്ങൾ. ശൈത്താന്മാർ പോലും, ഇബ്ലീസ് പോലും പരാജയപ്പെട്ടിട്ടുണ്ടെങ്കിൽ മുത്തഅല്ലിമീങ്ങളുടെ അടുത്ത് പരാജയപ്പെട്ടു. അപ്പൊ അവരുടെ അടുത്ത് വെറുതെ ചെന്നാലൊന്നും രക്ഷപ്പെടൂല എന്ന് അവർക്കറിയാം. അതുകൊണ്ടാണ് അവരെന്ത് ചെയ്തത്? ശൈത്താന്മാർ, ഇബ്ലീസ് വന്നിട്ട് നമ്മളെ അനക്കും. അപ്പോൾ 2 അനക്കം 3 അനക്കം അടുപ്പിച്ച് അനക്കുക, പിന്നെ ഒന്നും നോക്കാനില്ലല്ലോ, പിന്നെ ആ ഭാഗത്തേക്ക് വരേണ്ട ആവശ്യമില്ല. മനസ്സിലായ? ഒരിക്കലേ ഒരു കഥ പറഞ്ഞു തരാം, ഉറക്കം വരാതിരിക്കും. ഒരിക്കലേ മുത്തഅല്ലിമീങ്ങളൊക്കെ കൂടി കുറച്ച് പൈസ പിരിച്ച് എന്ത് ചെയ്തു? അല്ല, അവല് വാങ്ങി നനച്ച് കഴിക്കാമെന്ന് തീരുമാനിച്ചു. പഴയ കാലത്തൊക്കെ അങ്ങനെ നല്ല വിശപ്പൊക്കെ ഉണ്ടാവും, കൊപ്പറ തിന്നാണ് മുത്തഅല്ലിമീങ്ങൾ വളർന്നതെന്നൊക്കെ ഞാനൊക്കെ കേട്ടിട്ടുണ്ട്. നിങ്ങളതൊന്നും കേട്ടിട്ടുണ്ടാവില്ല. അപ്പോൾ അങ്ങനെ മുത്തഅല്ലിമീങ്ങൾ വലിയ വിഷമത്തിലായിരിക്കും. അപ്പോൾ ഇടയ്ക്കൊക്കെ അങ്ങനെ ആവൂലൊക്കെ. ഇപ്പം നമ്മൾ കുഴിമന്തി വാങ്ങിയാണ് കഴിക്കണത്. അന്ന് ആ സ്ഥാനത്ത് എന്താണ്, അവലൊക്കെ വാങ്ങി ഇത് ചെയ്യലാണ്. അങ്ങനെ അവല് വാങ്ങി. അപ്പോൾ ഇബ്ലീസും പതുക്കെ കൂടെ കൂടും. കാരണം അവല് തിന്നാൻ മൂപ്പർക്കും ഉണ്ടാവില്ല കൊതി. അങ്ങനെ ഇബ്ലീസ് കൊടുക്കും. അപ്പം ഇബ്ലീസ് കൂടെ കൂടിയിട്ട് പറഞ്ഞു, അവല് കഴിക്കുമ്പോൾ മൂപ്പര് ഒരു പൈസ കൊടുത്തു. കൂടെ പൈസയിൽ കൂടാന്നിരുന്നാൽ ചിലപ്പോൾ അവല് കിട്ടിയില്ലെങ്കിലോ എന്ന് ഓർത്ത് മൂപ്പരെന്ത് ചെയ്തു? ഒരു പൈസ കൊടുത്തു. എല്ലാവരും 10 പൈസയും 5 പൈസ, അന്നൊക്കെ അത്രയും പൈസ മതി, വലിയ പൈസ ഒന്നും വേണ്ട, അന്ന് ചെറിയ പൈസ മതിയല്ലോ, അന്ന് അത്രേ ഉള്ളൂ. അങ്ങനെ എന്ത് ചെയ്തു? എല്ലാവരും കൂടി അവലൊക്കെ നനച്ച് കഴിഞ്ഞപ്പോൾ അതിൻ്റെ അമീർ പറഞ്ഞു, ഒരു ഷർത്തുണ്ട്. എന്താ ഷർത്ത്? 5 പൈസ തന്നവർക്ക് 5 വിരലും കൊണ്ട് തിന്നാം, 10 പൈസ തന്നവർക്ക് 10 വിരലും കൊണ്ട് തിന്നാം, 1 പൈസ തന്ന ആൾ 1 വിരലും കൊണ്ടേ തിന്നാൻ പറ്റുള്ളൂ. മനസ്സിലായ? അങ്ങനെ എല്ലാവരും 5 വിരലും 10 പൈസ, കാരണം 5 പൈസ 10 പൈസയൊക്കെ കൊടുത്തവരല്ലേ. ഇബ്ലീസ് മാത്രം 1 പൈസ കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ 1 വിരലും കൊണ്ട് ഇങ്ങനെ അവലിൽ മുക്കിക്കഴിഞ്ഞാൽ എന്താവും? നല്ല കാര്യം നടക്കുമോ? അപ്പൊ ഇബ്ലീസിന്റെ അടുക്കൽ, ഇബ്ലീസ് പരാജയപ്പെട്ട മുത്തഅല്ലിമീങ്ങളുടെ അടുക്കലുള്ളൂ എന്ന് ഞാൻ പറയണേ. അതുകൊണ്ട് നിങ്ങൾ നല്ല ഉഷാറിൽ നിൽക്കണം. നിങ്ങൾ അത്ര മോശക്കാരല്ല. മുത്തഅല്ലിമീങ്ങൾ എന്ന് പറയണവരെ അത്ര നിസ്സാരക്കാരല്ല. അവർ നല്ല ഉഷാറുള്ളവരാണ്. അള്ളാഹു നല്ല ഉഷാറുള്ളവരാക്കട്ടെ. സാന്ദർഭികമായ ഇൽമും ഹിക്മത്തും അള്ളാഹു നമുക്ക് നൽകട്ടെ. സന്ദർഭോചിതമായി പെരുമാറാനുള്ള കഴിവുകൾ അള്ളാഹു നമുക്കെല്ലാം പ്രദാനം ചെയ്യട്ടെ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? നല്ല മുത്തഅല്ലിമീങ്ങളാകണം. ഉറച്ച ഖാലിസായ മുത്തഅല്ലിമീങ്ങളായി ഒരു 5 കൊല്ലോ 7 കൊല്ലോ ഓതിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്തു ആകാം. അള്ളാഹു അതിനുള്ള എല്ലാ കഴിവും നമുക്ക് പ്രദാനം ചെയ്യട്ടെ. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരന്മാരെ, മുത്തഅല്ലിമീങ്ങളെ,
നമ്മളെല്ലാവരും അതിന് ഒരുങ്ങണം, അതിനു വേണ്ടി തയ്യാറാകണം. നല്ല ഇൽമുള്ളവരായി നമ്മൾ മാറണം, ഇൽമിൽ നല്ല അവഗാഹം നേടണം. അർഹമുർ റഹീമായ തമ്പുരാൻ നമുക്കതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ എല്ലാ പാപങ്ങളും അള്ളാഹു വിട്ടുപുറത്ത് മാഫാക്കി തരുമാറാകട്ടെ. നമ്മുടെ ഈ പരിപാടി നല്ല നിലക്ക് മുന്നോട്ട് പോകണം. എല്ലാവരും കഴിവിൻ്റെ പരമാവധി പ്രചരിപ്പിച്ച് ഈ പരിപാടി വിജയിപ്പിക്കാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാകണം. അൽഹംദുലില്ലാഹ് വന്ന ധാരാളം ആളുകളുണ്ട്, സഹോദരിമാരുണ്ട്. അവർക്കൊക്കെ അള്ളാഹു വലിയ ബറക്കത്ത് പ്രദാനം ചെയ്യുമാറാകട്ടെ. മഹാനായ ശൈഖുനായുടെ മദ്ഹുകൾ പറയുന്ന ഈ മജ്ലിസ്, CM വലിയുള്ളാഹിയുടെ മദ്ഹ് പറയുന്ന ഈ മജ്ലിസ്, അത് വലിയ മഹത്വമുള്ള മജ്ലിസാണെന്ന് മനസ്സിലാക്കി അവിടുത്തെ മദദ് നമുക്കുണ്ടാകും എന്ന് നമ്മൾ മനസ്സിലാക്കണം. അള്ളാഹു അവിടുത്തെ മദദ്, നസ്ർ, നദർ ഒക്കെ നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ബഹുമാനപ്പെട്ട CM വലിയുള്ളാഹിയുടെ ആണ്ടിനോടനുബന്ധിച്ച് സംഘടിപ്പിച്ചിരിക്കുന്ന ഈ പരിപാടി, ഇതിനു ശേഷം വളരെ വലിയ വലിയ ഉസ്താദുമാർ നമ്മുടെ ഈ സദസ്സിനെ അഭിസംബോധന ചെയ്യുന്നുണ്ട്. ഇതിലെല്ലാം നിങ്ങൾ എല്ലാ വിഷയത്തിലും ആദ്യ അവസാനം പങ്കെടുക്കണം. നമ്മുടെ ഈ പരിപാടിക്ക് വലിയ ചെറിയ സാമ്പത്തിക ചെലവൊക്കെ ഉണ്ട്. ടിൻ കളക്ഷൻ അടക്കമുള്ള കാര്യങ്ങളിലെല്ലാം നിങ്ങളെല്ലാവരും സഹകരിക്കണം. ചെറിയ ചെറിയ പൈസ കൊടുക്കുമ്പോൾ ഒന്നിച്ചാകുമ്പോൾ ആ കാര്യങ്ങളൊക്കെ നടക്കും. അതുകൂടാതെ ശൈഖുനായുടെ പേരിൽ എല്ലാ വർഷവും നമ്മളിവിടെ അന്നദാനം നടത്താറുണ്ട്. അന്നദാനം നടത്തുമ്പോൾ ആ അന്നദാനത്തിൽ നമ്മളെല്ലാം ചെറിയ രീതിയിൽ പങ്കാളികളാകുന്നത് നല്ലതാണ്. അത് കുറച്ച് 2 കിലോ ഇറച്ചി, 3 കിലോ ഇറച്ചി, 5 കിലോ, 10 കിലോ കഴിയുന്നത് പോലെ അത് മാംസത്തിലേക്കും അതുപോലെയുള്ള സാധനങ്ങളിലേക്കും എല്ലാം പൈസ മുടക്കി നിങ്ങളുടെ എല്ലാവരുടെയും ഒരു പങ്കാളിത്തം ഉണ്ടാകണം. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഇന്ന് ഇവിടെ വയൽ അവസാനിപ്പിക്കുകയാണ്. നാളെ മുതൽ ഇൻഷാ അള്ളാഹ് 9 മണി വരെ വയലുണ്ടാകുന്നതാണ് എന്ന് ഇവിടെ അറിയിക്കുകയാണ്. സമയം പെട്ടെന്ന് നിർത്തുന്നുണ്ട് എന്ന പരാതി ഉള്ളത് കൊണ്ട് 9 മണി വരെ ആക്കുകയാണ്. ആക്കല്ലേ? സമ്മതിച്ചില്ലേ? മൂസ സമ്മതിച്ചു. ഇന്നെ ഒന്നും നോക്കാണ്ടായിരിക്കണം. മൂസക്കാരല്ല. മൂസക്കാക്കും നമുക്കൊക്കെ അള്ളാഹു എല്ലാ രോഗങ്ങളും ശിഫയാക്കി തരട്ടെ, നല്ല ആഫിയത്ത് നൽകട്ടെ, ദീർഘായുസ് നൽകട്ടെ. നമ്മുടെ സഹോദരിമാരൊക്കെ വന്നിട്ടുണ്ട്, അവർക്കൊക്കെ നല്ല ബറക്കത്ത് അള്ളാഹു ചെയ്യട്ടെ. അവരുടെ എല്ലാം, നമ്മുടെയും അവരുടെയും എല്ലാം എല്ലാ നല്ല ഉദ്ദേശങ്ങളും അള്ളാഹു സഫലീകരിക്കട്ടെ. ഞാൻ എൻ്റെ വാദ് നിർത്തുകയാണ്. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.